Hello. Hello. Good morning. Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. 1 minute.
me share the window. Yes. Something went wrong. അതുകൊണ്ടാണ് ട്ടാ എന്തോ പറ്റി. ഓക്കേ ശരിയായി. Can you see the presentation? കാണാൻ പറ്റുന്നുണ്ടോ? സ്ക്രീൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത് കാണണ്ടോ? Yes, ma'am. ക്ലിയർ ആണല്ലോ അല്ലേ? തുടങ്ങിയപ്പോ എന്തോ ഒരു പ്രശ്നം സംഭവിച്ചു. അതുകൊണ്ട് നമുക്കൊന്നുകൂടി എക്സിറ്റ് ചെയ്തിട്ട് ജോയിൻ ചെയ്യേണ്ടി വന്നു. ഓക്കെ, സോ വൺസ് അഗൈൻ ഗുഡ് മോർണിംഗ്. നമുക്ക് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് അതായിരുന്നു നമ്മള് എടുത്തുകൊണ്ടിരുന്നത് അല്ലേ? അവിടെ വരെ എടുത്തുന്നൊക്കെ വല്ല ഓർമ്മയുണ്ടോ? From where we have to start? Roles play. Remember? ഇവിടെയാ നമ്മൾ എടുക്കണ്ടേ? ആർക്കെങ്കിലും പറയാമോ? Roles play. റോൾ പ്ലേ ഓഫ് ദ ജോബ് മെത്തേഡിനകത്ത് അല്ലേ? യെസ്, റൈറ്റ്, കറക്റ്റ് ആണ്. ഞാനൊന്ന് സൗണ്ട് മ്യൂട്ട് ചെയ്യണേ, എന്തോ ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, so in the last class we have already discussed about the two methods of training. Training ന്റെ രണ്ട് methods നമ്മൾ പറഞ്ഞു. Yes, on the job training and off the job training അല്ലേ? ജോബ് അതായത് on the job training and off the job training. On the job training is the training which is provided at the site of the organization itself. എവിടെയാണോ ജോബ്, എവിടെയാണ് നമ്മൾ ചെയ്യേണ്ട ജോലി അവിടെ തന്നെ വെച്ചിട്ട് എന്താ പറയാ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ട്രെയിനിങ് ആണ് ഓൺ ദ ജോബ് ട്രെയിനിങ്. അത് ഏതൊക്കെയാണെന്ന് ആ ഓൺ ദ ജോബ് ട്രെയിനിങ്ങിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കുറച്ച് ടൈപ്പ് ഓഫ് ട്രെയിനിങ് നമ്മൾ കണ്ടു. ജോബ് റൊട്ടേഷൻ, അവിടെ തന്നെ വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് യൂണിറ്റിലേക്കൊക്കെ, ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ആൾക്ക് ട്രെയിനിങ് കൊടുക്കുക. മനസ്സിലായി? നേരത്തെ ചിലപ്പോൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി ആൾക്ക് അതിനകത്ത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുണ്ടാകും. എന്നാൽ ജോബ് റൊട്ടേഷൻ ചെയ്യുന്നത് ആ ജോലിയിൽ നിന്ന് ഒന്ന് ചെറുതാക്കി മാറ്റി പിടിച്ചിട്ട് വേറൊരു യൂണിറ്റില് ജോലി കൊടുക്കുക. സോ ഹി മസ്റ്റ് ബി അവെയർ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ജോബ് ഓൾസോ. ആ ജോബിനെ കുറിച്ചിട്ടുള്ള അവയർനെസ് കൂടി ആൾക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. അതാണ് എന്താ പറയാ ജോബ് റൊട്ടേഷൻ. ചില ആളുകളിൽ ഉണ്ടാകുന്ന സ്ഥിരമായിട്ടൊരു ജോലി ചെയ്ത് അതിലിങ്ങനെ ബോറടിക്കുമ്പോഴേ അതിന്റെ ആ മൊണോട്ടണി, ആ ബോർഡം ഒക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഓർഗനൈസേഷൻ ചെയ്യാറുണ്ട്. എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ചെയ്ത് മടുത്തുപോയി. അപ്പൊ ഒരു മാറ്റി പിടിച്ചൊരു ജോലി കൊടുക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിട്ട് ചിലപ്പോ ആള് ആ ഒരു ഫീൽഡ് വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ആയി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള എംപ്ലോയീസിനൊക്കെ മാറ്റാറുണ്ട്. അപ്പൊ അതാണ് ജോബ് റൊട്ടേഷൻ. കോച്ചിങ്, അതുപോലെ തന്നെ ഒരു കോച്ചറിന്റെ സഹായത്തോടെ ഒരു സൂപ്പർവൈസർ എന്താ പറയാ വിൽ ബി സൂപ്പർവൈസിങ് ദ ട്രെയിനിങ് ഡെവലപ്മെന്റ്. ആളുടെ ട്രെയിനിങ് ചെയ്യുന്ന ആൾക്കാർക്ക് കിട്ടുന്ന ട്രെയിനിങ്ങിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് ഉണ്ട് അതൊക്കെ നോക്കി പരിശോധിച്ച് അതനുസരിച്ച് കോച്ചിങ് കൊടുക്കുക. അപ്പൊ ഒരു കോച്ച് അല്ലെങ്കിൽ സൂപ്പർവൈസർ എന്ന് പറയുന്ന ഒരാളുടെ കീഴിലായിരിക്കും ട്രെയിനിങ് എപ്പോഴും എന്ത് ചെയ്തുകൊണ്ടിരിക്കുക, ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ജോബ് ഇൻസ്ട്രക്ഷൻ ഓൾസോ നമുക്കറിയാം, നോളജ് സ്കിൽ ഒക്കെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ടു എനേബിൾ ഹിം ടു ഡു ദാറ്റ് പർട്ടിക്കുലർ ജോബ്. ആ എംപ്ലോയിനെ ഒരു ജോബ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻസ്ട്രക്ട് ചെയ്ത് ട്രെയിനർ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ആളുടെ എംപ്ലോയിയുടെ നോളജ്, സ്കില്ല്, പെർഫോമൻസ് ഒക്കെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. ഓക്കെ, പിന്നെ കമ്മിറ്റി അസൈൻമെന്റ് ആണ്, വിച്ച് ഈസ് ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്. ഒരു ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസിന് എന്തെങ്കിലും ടാസ്ക്, ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യുന്നു. ആൻഡ് ദ പ്രോബ്ലം ബേസ്ഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ജോബ് വിൽ ബി സോൾവ്ഡ് ബൈ ദാറ്റ് ഗ്രൂപ്പ് ഇറ്റ്സെൽഫ്. ആ ഗ്രൂപ്പ് തന്നെയാണ് അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എങ്ങനെ ചെയ്യാം, അതെങ്ങനെ നമുക്ക് അതിന്റെ ഒരു പരിഹാരം, അതൊക്കെ അവർ ഒരുമിച്ച് അവര് എന്താ പറയാ ടീം വർക്ക് ആയിട്ട് അവരത് ചെയ്ത് തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സോ ദീസ് ആർ ദ 4 മെത്തേഡ്സ് ഓഫ് ഓൺ ദ ജോബ് ട്രെയിനിങ്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു. ആൻഡ് ഓൾസോ ദ സെക്കൻഡ് മെത്തേഡ് വാസ് ഓൺ ദ ജോബ് ട്രെയിനിങ്. അടുത്ത മെത്തേഡ് എന്തായിരുന്നു? ഓഫ് ദ ജോബ് ആണ്. ദാറ്റ് മീൻസ് ദ ട്രെയിനിങ് വിൽ ബി റിമൂവ്ഡ് ഫ്രം ദ പ്ലേസ് ഓഫ് ജോബ്. And it will be the training will be provided at any other place. അതായത് ഒരു ഓർഗനൈസേഷനിൽ ഒരു ജോലി ചെയ്യാൻ, ഇപ്പൊ ഈ ടീച്ചിങ്ങോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ജോലിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ആളെ അവിടെ വെച്ചിട്ടല്ല, അതിന് പകരം വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂമിലോ അല്ലെങ്കിൽ അതിന്റെ നമ്മളുടെ മെത്തേഡുകൾ പറയുന്നുണ്ട്, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഡിസ്റ്റന്റ് ആയിട്ടുള്ള വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവിടെ എന്താ പറയാ ആ ഒരു പർട്ടിക്കുലർ ജോബിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു, മനസ്സിലാക്കി കൊടുക്കുന്നു. അതാണ് ആ ജോബ് സെറ്റിങ്ങിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി എവിടെയാണോ ജോലി ചെയ്യുന്നത് അവിടെ വെച്ചിട്ടല്ല ട്രെയിനിങ് കൊടുക്കുന്നത്, വേറൊരു സ്ഥലത്ത് വെച്ചിട്ട്. സോ ദാറ്റ് ദ
they can concentrate on their learning. ആ ഒരു കോൺസെൻട്രേഷൻ അവരുടെ ലേണിംഗ് മെറ്റീരിയൽസ് ഒക്കെ എന്തൊക്കെയാണോ ചിലപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക അവരുടെ ജോബ് പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് സ്വീകരിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് വിളിക്കുക. അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും ആ സെന്റൻസ് പറഞ്ഞിരുന്നു ഞാൻ അല്ലെ. And which are the types of the job training? Training of the job training method ന്റെ ചില പ്രത്യേക ഡിവിഷൻസ് ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മൾ കാണുന്നത്. ഒന്നാമത്തേത് വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഞാൻ പറഞ്ഞിരുന്നു അന്ന് എന്തായിരുന്നു അത്? ഇറ്റ്സ് ആക്ച്വൽ വർക്ക് കണ്ടീഷൻസ് വിച്ച് ആർ റിക്രിയേറ്റഡ് ഇൻ എ ക്ലാസ് റൂം. അത് റിക്രിയേറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ നമുക്ക് ജോലി എന്താണോ ചെയ്യണ്ടേ അത് നമ്മൾ പറഞ്ഞല്ലോ ഓഫ് ദ ജോബ് മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് അറ്റ് ദ സൈറ്റ് ഓഫ് ദ ജോബ്. ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ചിട്ടല്ല ആ ട്രെയിനിങ് കൊടുക്കുന്നത്, വേറെ സ്ഥലത്ത് വെച്ചിട്ടാണ്. സോ മേ ബി എ ക്ലാസ് റൂം അല്ലെങ്കിൽ ഒരു ഹാൾ ആയിരിക്കാം. അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു നമ്മളുടെ മെറ്റീരിയൽസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ട്രെയിനിങ് തരുന്നു. അതിനെയാണ്. സോ മെറ്റീരിയൽസ് ആയിരിക്കാം, ചിലപ്പോൾ ഫയൽസ് ആയിരിക്കാം, വട്ടെവർ മേ ബി. അതായത് ആ ജോലി ഞാൻ എന്ത് ഉപകരണങ്ങളോ അല്ലെങ്കിൽ ബുക്സോ അല്ലെങ്കിൽ റെക്കോർഡ്സോ ഒക്കെ വെച്ചിട്ടാണോ ചെയ്യേണ്ടത് അതൊക്കെ നമ്മളെ കാണിച്ചു തന്ന് അതിനകത്ത് ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. അത്തരം ട്രെയിനിങ്ങിനെയാണ് നമ്മൾ വെസ്റ്റിബ്യൂൾ ട്രെയിനിങ് എന്ന് വിളിക്കുക. അതൊരു റിക്രിയേഷൻ ആണ്. ചെയ്യാൻ പോകുന്ന ജോലിയെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. ഇത് മിക്കവാറും ഇറ്റ് ഈസ് ഡൺ ഫോർ സം ക്ലറിക്കൽ ഓർ സെമി സ്കിൽഡ് ജോബ്സ്. വലിയ ക്ലറിക്കൽ ആയിട്ടുള്ള എന്താ പറയാ സ്കിൽഡ് ആയിട്ടുള്ള ജോലിയൊന്നും അല്ല, അല്ലാതെ ഒത്തിരി അധികം സ്കില്ലൊന്നും വേണ്ടാത്ത ഇതുപോലെയുള്ള ക്ലറിക്കൽ വർക്കുകൾ, ചിലപ്പോൾ എന്തെങ്കിലും ബുക്ക് കീപ്പിംഗ് ആയിരിക്കാം, ചിലതൊക്കെ എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം. അതായത് മൊത്തം ഭയങ്കര സ്കില്ലൊന്നും വേണ്ട സെമി സ്കിൽഡ് ജോബുകൾക്കൊക്കെയാണ് ഈ ഒരു രീതി അവലംബിക്കാറ്, വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് ഫസ്റ്റ് വൺ നമ്മൾ ഓൾറെഡി പറഞ്ഞതായിരുന്നു. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റോൾ പ്ലേയിങ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ എ മെത്തഡ് ഓഫ് ഹ്യൂമൻ ഇന്ററാക്ഷൻ that involves realistic behavior in an imaginary situation. അതായത് നമ്മൾ ഏതെങ്കിലും പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് എന്ന് ഇമാജിൻ ചെയ്തുകൊണ്ട് നമ്മൾ റിയലിസ്റ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പെർഫോം ചെയ്യുന്നു അല്ലെങ്കിൽ യാഥാർത്ഥ്യമാക്കിയിട്ട് ചെയ്യുന്നു. അത് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രാക്ടിക്കൽ ആയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് നമ്മളത് ശരിക്കും ഞാൻ ആ ഒരു സമയത്ത് ആ ഒരു സിറ്റുവേഷനിലോ ആ ഒരു കണ്ടീഷനിലോ അല്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു അത് ആക്ട് ചെയ്ത് എന്താ പറയാ അഭിനയിച്ച് അത് നമ്മള് പഠിപ്പിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ആളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്നു, പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. അത്തരം ഒരു ട്രെയിനിങ് മെത്തേഡാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത്. റോള് അഭിനയിക്കാന്ന് കേട്ടിട്ടുണ്ടല്ലോ നമ്മള് അല്ലെ? റോൾ അഭിനയിക്കാന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ആക്ഷൻ അല്ല, അതായത് നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷനിലാണ് എന്ന് അസ്യൂം ചെയ്തുകൊണ്ട് വി ആർ ഡൂയിങ് ദാറ്റ് പ്രാക്ടിക്കൽ. അത് പ്രാക്ടിക്കലായി ചെയ്യുന്നു, അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് കൊണ്ടുവരുന്നു. അതാണ് എന്തെന്ന് വിളിക്കാം നമ്മള് റോൾ പ്ലേയിങ് എന്ന് പറയാം. അപ്പൊ ഇതും ഒരു ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. അപ്പൊ ഇത് എന്താ പറയാ ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ സം ഇന്ററാക്ഷൻസ് ആൻഡ് റിലേഷൻസ്. ചില ബന്ധങ്ങള് ചില ഇന്ററാക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് റോൾ പ്ലേയിങ് മെത്തേഡ് സാധാരണ ഓർഗനൈസേഷനിൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് എന്താ പറയാ ഉപയോഗിക്കുക. ഇന്റർപേഴ്സണൽ ആണ്, ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഒരു വ്യക്തിയിൽ മറ്റൊരാളിലേക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മെത്തേഡാണ് റോൾ പ്ലേയിങ് എന്ന് പറയുന്നത് അല്ലെ? അതായത് ആക്ച്വലി ആ ഒരു സിറ്റുവേഷൻ അല്ല, പക്ഷെ വി ആർ അസ്യൂമിങ് ദാറ്റ് വി ആർ ഇൻ സച്ച് എ സിറ്റുവേഷൻ. ആ ഒരു സിറ്റുവേഷൻ വി ആർ ഗോയിങ് ടു റിയലി ഡു ഇറ്റ്, പെർഫോം ഇറ്റ്, ഓർ പ്രാക്ടിക്കലി യു ആർ മേക്കിംഗ് ഇറ്റ് പോസിബിൾ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ആ ഒരു മെത്തേഡിനെയാണ് നമ്മൾ റോൾ പ്ലേയിങ് എന്ന് പറയുക. ഇപ്പൊ ഉദാഹരണം വേണമെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. സി ഇഫ് എനി പേഴ്സൺ ഹു ഈസ് ഹാവിംഗ് ചെസ്റ്റ് പെയിൻ ആൻഡ് ഓൾസോ ഹി ഈസ് എന്താ പറയാ ഫെലിംഗ് ഡൗൺ അൺകോൺഷ്യസ്. ചിലപ്പോൾ ബോധമില്ലാണ്ട് ഇങ്ങനെ പെട്ടെന്ന് ഏതെങ്കിലും ഒരാള് നമ്മളുടെ കൂട്ടത്തിലോ എവിടെയെങ്കിലും ഒക്കെ നിൽക്കുമ്പോൾ പെട്ടെന്ന് വീഴാണ്. സോ വാട്ട് വിൽ ഹാവ് ടു ഡു? നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഇങ്ങനെ പാനിക് ആയി കഴിഞ്ഞാൽ കാര്യമില്ല. ഇന്ന് അതിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ വീഡിയോസ് ആയിട്ടും അല്ലെ കാര്യങ്ങൾ ആളുകളെ അവയർനെസ്സിന് വേണ്ടിയിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ. അങ്ങനെ ഒരാൾ കുഴഞ്ഞു വീണ് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാവ് ടു ഡു? നമ്മൾ എന്ത് ചെയ്യണം? കാണുന്നവര് അല്ലെങ്കിൽ അടുത്ത് നിൽക്കുന്നവര് എന്താണ് പെട്ടെന്ന് റിയാക്ട് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ വേഗം തന്നെ ആംബുലൻസ് വിളിക്കുകയോ അല്ലെങ്കിൽ ആളുകളെ സഹായം നമുക്കറിയില്ല, ഇത് നമുക്കത് ചെയ്യാം. പക്ഷേ ആ വരുന്നവരിൽ ആർക്കെങ്കിലും ഒക്കെ ചിലപ്പോൾ ധൈര്യത്തോടെ കറേജസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ആൾക്ക് CPR കൊടുക്കുക അല്ലെ? നമുക്കറിയാം CPR കൊടുക്കുന്ന വീഡിയോസ് ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അല്ലെ? അപ്പൊ നമ്മൾ ആ ഒരു നമ്മുടെ കാർഡിയോ ഫങ്ഷൻസ് നിലച്ചു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പേഷ്യന്റ് പോകുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു ഫസ്റ്റ് എയ്ഡ് ആണ് CPR. അതെങ്ങനെ പ്രൊവൈഡ് ചെയ്യണം അതിന്റെ ഡെമോ ഒക്കെ ആളുകൾ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെ കാണിച്ചു കൊടുക്കണേ? വെറുതെ കാണിക്കല്ല, അത് റിയലിസ്റ്റിക് ആയിട്ട് ആക്ട് ചെയ്യാണ്. ഒരു
എന്താ പറയാ ബസ് സ്റ്റാൻഡുകളിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഓഫീസിൽ ഒരുപാട് എംപ്ലോയീസ് ഉള്ള സമയത്ത് അവിടെ കുഴഞ്ഞു വീഴുന്നത്, അന്നേരം വാട്ട് വി ഹാവ് ടു ഡു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അവരെ ബോധറാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ആക്ഷൻസ് ഉണ്ട്. അപ്പൊ അത്തരം സിറ്റുവേഷൻസിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ഈ റോൾ പ്ലേയിങ് മോഡൽ എന്ന് പറയുന്നത്. അതൊരു ഓഫ് ദ ജോബ് ട്രെയിനിങ് ആണ്. സോ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എംപ്ലോയീസിനോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഇത് എന്തെങ്കിലും തരത്തിലുള്ള ഹോസ്പിറ്റൽസിലൊക്കെയാണ് ഇതിന്റെയൊക്കെ ആവശ്യം വരിക. അപ്പൊ ഹോസ്പിറ്റൽസുകാർ എന്ത് ചെയ്തു, ട്രെയിനിങ് കൊടുക്കുകയാണ്. അവിടെയുള്ള എംപ്ലോയീസോ അല്ലെങ്കിൽ ഏതെങ്കിലും പേഷ്യൻസോ റിലേറ്റീവ്സോ ഒക്കെ ഹോസ്പിറ്റലിൽ വരുമ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ചെയ്യണം. കണ്ടോ, ആക്ച്വലി ആ സിറ്റുവേഷൻ അവിടെ നടക്കുന്നില്ല, പക്ഷെ we are doing it in an assumption that the situation is real. ആ റിയൽ ആണെന്ന് മനസ്സിലാക്കി നമ്മൾ അത് കാണിച്ചു കൊടുക്കുന്നു. സോ ദ ഗെറ്റ് ട്രെയിൻഡ്, അത് കാണുന്ന ആൾക്കാർക്ക് ട്രെയിനിങ് കിട്ടുന്നു അതിനെ കുറിച്ച്. ക്ലിയർ ആയോ? റോൾ പ്ലേയിങ് മെത്തേഡ് ഞാനൊരു എക്സാമ്പിൾ വെറുതെ പറഞ്ഞു എന്ന് മാത്രം, കുറച്ചുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആക്കാൻ വേണ്ടി. ഓക്കെ, സോ അന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. റോൾ പ്ലേയിങ് ഈസ് ഡിഫൈൻഡ് ആസ് എ മെത്തേഡ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് എന്നുള്ളതിന് പകരം ഇറ്റ് മാറ്റി നമ്മൾ റോൾ പ്ലേയിങ് എന്ന് ചേർത്ത് വായിച്ച് നിങ്ങൾ ആ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം, ഒന്നാമത്തെ സെന്റൻസ് മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലെക്ചർ മെത്തേഡ്. ലെക്ചർ മെത്തേഡ് എന്താവും? ലെക്ചർ അതായത് ഇപ്പൊ നമ്മൾ ഇത് നടത്തുന്നത് ഒരു ലെക്ചറിങ് ആണ്. ദാറ്റ് മീൻസ് എക്സ്പ്ലനേഷൻ ഓഫ് സംതിങ്. എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടേ ഇരിക്കുക, അല്ലെ? സോ ടു പ്രൊവൈഡ് ഇൻസ്ട്രക്ഷൻസ് ഈസ് ദ ഡയറക്ട് മെത്തേഡ്. ഒരു എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ ആളുകൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതൊരു ഡയറക്ട് മെത്തേഡ് അല്ല. എന്റെ ഭാഗത്ത് ഞാനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു. സോ ദ ഇൻസ്ട്രക്ടർ, ആ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്ന ആൾക്കാര്, ഇൻസ്ട്രക്ടർ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ദേ ആർ ഗിവിംഗ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ട്രെയിനീസ്. ട്രെയിനീസിന് എന്ത് കൊടുക്കുന്നു? ഇൻസ്ട്രക്ഷൻസ് ഒരു ഗ്രൂപ്പിനോ അല്ലെങ്കിൽ ഒരു കൂട്ടം എംപ്ലോയീസിനോ അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കില്ല, കൂടുതലും ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസിനായിരിക്കുള്ളൂ. വിൽ ബി ഗിവൺ സം ടൈപ്പ് ഓഫ് വെർബൽ എക്സ്പ്ലനേഷൻ. വെർബൽ ലെക്ചർ ആണ്. വെർബൽ മീൻസ് എന്താ? വാഗോണ്ട് ഇങ്ങനെ കുറെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് ആളുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. അത് ഒരു ഇത്തരം ട്രെയിനിങ് ഈസ് ബെസ്റ്റ് സ്യൂട്ടഡ് ഫോർ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ്. ഈ ട്രെയിനീസിന്റെ എണ്ണം വളരെ കൂടുതലൊക്കെ ആണെങ്കിലേ ഇങ്ങനെ വാഗോണ്ട് ഇങ്ങനെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നത് ആയിരിക്കും ഏറ്റവും നല്ല രീതി. ഈ മെത്തേഡ്, ഏത് ലെക്ചർ മെത്തേഡ്, ഇഫ് ദ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ് ഈസ് മോർ, കൂടുതൽ എംപ്ലോയീസിനെയാണ് നമുക്ക് ട്രെയിനിങ് ചെയ്യേണ്ടതെങ്കിൽ ഇതൊരു സ്യൂട്ടബിൾ മെത്തേഡാണ്. ഏത്? ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡാണ് ലെക്ചർ മെത്തേഡ്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കൃത്യമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അവരോട് നമ്മൾ വാഗോണ്ട് വെർബലി നമ്മൾ അവരോട് ഇൻസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നു. സോ ദേ കൻ ലേൺ. അത് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ലെക്ചർ മെത്തേഡ് മനസ്സിലായോ? എനി ഫോളോ? Yes, so first line ഒന്ന് underline ചെയ്യുക. Lecture is a traditional and direct method of instruction. ഇതൊരു പരമ്പരാഗതമായിട്ടുള്ള ഒരു മെത്തേഡാണ്. ഇപ്പൊ ഒന്നും ഉണ്ടായതൊന്നുമല്ല. ഇപ്പോഴാണ് ഈ കുറെ ഈ റോൾ പ്ലേയിങ് ഒക്കെ ഈ അടുത്ത കാലത്താ. കാരണം ഇന്ന് സോഷ്യൽ മീഡിയ ഒത്തിരി ഇങ്ങനെ പോപ്പുലർ ആയപ്പോഴാണ് ഈ ഒരു എന്താ പറയുക റോൾ പ്ലേയിങ്. മറ്റേതെന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ എന്ന് വെച്ചാൽ ഇതൊക്കെ കണ്ടുപിടിക്കാൻ ഇങ്ങനെ ആളുകളല്ലെങ്കിൽ ഇത്തരം അവയർനെസ് അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ കൊടുക്കാന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരുന്നു. ഇതിപ്പോ നമുക്ക് സാധ്യമാണ്. കാരണം ഇതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് പിടിച്ചാലും ആളുകളിലേക്കോ അല്ലെങ്കിൽ ആർക്കാണോ കൊടുക്കേണ്ടത് അവർക്കൊക്കെ പെട്ടെന്ന് എത്തിക്കാനൊക്കെ പറ്റും. ഓക്കെ, ഇതൊക്കെ ലക്ഷണത്തിലൊക്കെ പണ്ട് തുടങ്ങി. ഇപ്പൊ പണ്ടും എംപ്ലോയീസ് ഒക്കെ ഒരുപാട് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ ഇഫ് യു ഹാവ് ടു ട്രെയിൻ എ ലാർജ് ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്, ഇറ്റ് ഈസ് ദ ബെസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ്. ഏതാണ്? ലെക്ചർ മെത്തേഡ് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള മെത്തേഡ് ആണ് കേട്ടോ. സോ അതിന്റെ തൊട്ടടുത്ത സെന്റൻസ് കൂടി അണ്ടർലൈൻ ചെയ്യണം. ദ ഇൻസ്ട്രക്ടർ ഓർഗനൈസസ് ദ മെറ്റീരിയൽ ആൻഡ് ഗിവ്സ് ഇറ്റ് ടു ദ ഗ്രൂപ്പ് ഓഫ് ട്രെയിനീസ് ഇൻ ദ ഫോം ഓഫ് എ വെർബൽ ലെക്ചർ. വെർബൽ ലെക്ചറിന്റെ രൂപത്തിലാണ് എന്തെങ്കിലും മെറ്റീരിയൽസും മറ്റു കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ഇൻസ്ട്രക്ടർ എന്ത് ചെയ്യുന്നത്? ട്രെയിനീസിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലെ? മനസ്സിലായല്ലോ എല്ലാവർക്കും? യെസ്. ദെൻ നെക്സ്റ്റ് വൺ, ഫോർത്ത് വൺ എന്താ? ഓഫ് ദ ജോബ് ട്രെയിനിങ്ങില് ഫോർത്ത് വൺ ആണ് മറ്റൊരു രീതിയിലുള്ള കാര്യമാണ് കോൺഫറൻസ് എന്ന് പറയുന്നത്. ഇതെന്താ? ഇതെന്തിനു വേണ്ടിയിട്ടാ? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് ക്ലറിക്കൽ ആൻഡ് പ്രൊഫഷണൽ ആൻഡ് ഓൾസോ സൂപ്പർവൈസറി പേഴ്സണൽ. അതായത് ഈ ക്ലറിക്കൽ ജോലികൾ ചെയ്യുന്നത്, അതെങ്കിൽ എന്താ പറയാ മറ്റ് സൂപ്പർവൈസറി ആയിട്ടുള്ള സൂപ്പർവിഷൻ നടത്തുന്ന ആ ജോലിക്കാരൊക്കെ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ഈ ഒരു കോൺഫറൻസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ അല്ലെങ്കിൽ ഇറ്റ് ഈസ് ഓൾസോ പ്രൊവൈഡഡ് ടു എ ഗ്രൂപ്പ് ഓഫ് എംപ്ലോയീസ്. ഇത് എന്താ പറയാ സൂപ്പർവിഷൻ ഒക്കെ നടത്തുന്ന അങ്ങനെയുള്ള ഗ്രൂപ്പിലെ അങ്ങനത്തെ എംപ്ലോയീസിന് വേണ്ടിയിട്ടാണ്. കാരണം അവർക്ക് എന്താ പറയാ കൂടുതൽ ഐഡിയാസ്, അവരെങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ എക്സാമിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് എംപ്ലോയീസിനെ വാച്ച് ചെയ്യേണ്ടത്, മാത്രമല്ല ഇഫ് ദർ ഈസ് എനിത്തിങ് റിഗാർഡിംഗ് ദ എംപ്ലോയീസ് ഹൗ ദ ഫാക്ട്സ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ദ മാനേജ്മെന്റ്.
ഈ എംപ്ലോയീസിൽ കണ്ടെത്തിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ ഇൻഫോർമേഷൻ ആയിട്ട് മാനേജ്മെന്റിന് എത്തിക്കണം. ആൻഡ് ഓൾസോ ദെയർ ഐഡിയാസ്, അസംഷൻസ്, അവരെന്തൊക്കെ സങ്കല്പങ്ങൾ, അവരുടേതായ ഐഡിയാസ്, ആൻഡ് ഓൾസോ ഹൗ ദേ കൺക്ലൂഡ്, അവർ എന്തെങ്കിലും ഒരു കൺക്ലൂഷനിലേക്ക് സൂപ്പർവൈഷന്റെ അടിസ്ഥാനത്തിൽ എംപ്ലോയീസിനെയൊക്കെ സൂപ്പർവൈസ് ചെയ്തു അതിൽ നിന്ന് അവർ കണ്ടെത്തിയ ഉള്ളടക്കം, ഇത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവരാൻ വേണ്ടി അല്ലെങ്കിൽ അതൊക്കെ ഇവരെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ പറയാ ക്ലിനിക്കൽ വർക്ക്സ് നടത്തുന്ന അല്ലെങ്കിൽ സൂപ്പർവൈസറി പ്രൊഫഷണൽസിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുതരം എന്താ പറയാ ട്രെയിനിങ് ആണ് കോൺഫറൻസ് എന്ന് പറയുന്നത്. Okay, that means the supervisor will be the leader. ആ ആളായിരിക്കും എന്ത് ചെയ്യുന്ന ഇതെല്ലാം നോക്കി അന്വേഷിക്കണം. അപ്പൊ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കുന്ന ആ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഓൾസോ ആ ഒരു ക്വാളിറ്റി കൂടി ആ സൂപ്പർവൈസർക്ക് ഉണ്ടായിരിക്കും. Okay, so that they can lead that particular group. ആ ഒരു ഗ്രൂപ്പിനെ അവർക്ക് ലീഡ് ചെയ്യാം, നോക്കാം. മാത്രമല്ല അവര് ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുമ്പോൾ എന്താ പറയാ ഇങ്ങനെ സൂപ്പർവൈസ് ചെയ്യുന്നത് കൊണ്ട് ഹൗ മച്ച് സക്സസ് ഈസ് ദർ, എത്രത്തോളം അതിന് പുരോഗമനമുണ്ട്, എത്രത്തോളം വിജയകരമായിട്ട് അവരുടെ എംപ്ലോയീസ് അവരവരുടെ ജോലി ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു ലീഡർഷിപ്പ് കൊണ്ട് ആൾക്ക് ആ ഒരു ഗ്രൂപ്പിനെ മൊത്തത്തിൽ എൻഗേജ് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ, മാനേജ് ചെയ്യാനും പറ്റും. അങ്ങനെ കൊടുക്കുന്ന ട്രെയിനിങ്. അപ്പൊ അങ്ങനെ എന്താ പറയാ ട്രെയിൻ ചെയ്യിക്കുന്ന ഒരു രീതിയാണ് എന്തെന്ന് വിളിക്കുക നമ്മള് കോൺഫറൻസ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ കോൺഫറൻസ്? മനസ്സിലായല്ലോ? അപ്പൊ അതും അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ്, കോൺഫറൻസ് ഈസ് എ മെത്തേഡ് ഫോർ ക്ലറിക്കൽ, പ്രൊഫഷണൽ ആൻഡ് സൂപ്പർവൈസറി പേഴ്സണൽ, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ആൻഡ് അതിനകത്ത് എന്തൊക്കെ ഉണ്ടാകുന്നു എന്ന് കൂടി ഒന്ന് എഴുതിയേക്കാം. ഇറ്റ് ഇൻവോൾവ്സ് എന്ന് വെച്ചാൽ conference involves a group of people who put forth the ideas, examine and share facts, ideas, assumptions and draw a conclusion. എന്നുവെച്ചാൽ ഈ സൂപ്പർവൈസറി പേഴ്സണൽസ് എന്ന് പറയുന്നത് അവർക്ക് അവരെങ്ങനെ പുതിയ പുതിയ ഐഡിയാസ് കൊണ്ടുവരും, എങ്ങനെയാണ് അവർ എംപ്ലോയീസിനെ എക്സാമിൻ ചെയ്തത്, അതിൻ്റെതായ റിസൾട്ടുകൾ അവരെങ്ങനെ എംപ്ലോയീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാസ്തവങ്ങള് ഫാക്ടുകളൊക്കെ അവരെങ്ങനെ കണ്ടെത്തുന്നു, അതുമായിട്ട് അവരുടെ ഐഡിയാസ്, അവരുടെ അസംഷൻസ് ആൻഡ് ഓൾസോ അവരുടെ കൺക്ലൂഷൻസ്, അതിനൊക്കെ അവരെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ഇന്ന കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ എംപ്ലോയീസിന്റെ സൂപ്പർവൈസ് ചെയ്യേണ്ടത്, അവരെങ്ങനെ പെർഫോം ചെയ്യുന്നു, അവരുടെ പങ്ക്ച്വാലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊടുത്തിട്ട് അത് എന്ത് ചെയ്യണം സൂപ്പർവൈസേഴ്സ് അവരുടെ ഐഡിയ കൂടി ഉപയോഗിച്ച് അതിനെ അതിൽ നിന്ന് യാഥാർത്ഥ്യങ്ങൾ കണ്ടെത്തുക. അതിനൊക്കെ വേണ്ടിയിട്ട് അവരെ എഫിഷ്യന്റ് ആക്കുക. അതാണ് കോൺഫറൻസ് എന്ന് പറയുന്ന മെത്തേഡ്. ഇസ് ഇറ്റ് ക്ലിയർ? ക്ലിയർ ആയോ? ആ രണ്ട് സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്, ഫസ്റ്റ് സെന്റൻസും സെക്കൻഡ് സെന്റൻസും. ഓക്കെ ഓക്കെ then the last one is പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതൊരു എന്താ പറയാ റീസെന്റ്ലി പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഏത് പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം പ്രോഗ്രാം ഇങ്ങനെ കുറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് ബീങ് പ്രസന്റ് ഇൻ കെയർഫുള്ളി പ്രോഗ്രാംഡ് ഒരു പ്ലാൻഡ് സീക്വൻഷ്യൽ സീരീസ്. ഇങ്ങനെ ഇന്ന ഇൻസ്ട്രക്ഷൻസ് അതിങ്ങനെ കറക്റ്റ് ആയിട്ട് സീക്വൻഷ്യൽ ഓർഡറിൽ ഇങ്ങനെ ഓരോ ഫസ്റ്റ് സ്റ്റെപ്പ് സെക്കൻഡ് സ്റ്റെപ്പ് അങ്ങനെ ആ ഒരു ഓർഡർ പ്രോഗ്രാം പോലെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇതിനൊക്കെ ഇത് ഏറ്റവും എന്താ പറയാ അടുത്ത കാലത്താണ് ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു മെത്തേഡ് ഓഫ് ട്രെയിനിങ് ആയിട്ട് വന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഒരു പ്രോഗ്രാം ചിലപ്പോൾ കമ്പ്യൂട്ടറിലോ സിസ്റ്റത്തിലോ ഒക്കെ ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ട് ഇന്ന രീതിയിൽ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നിങ്ങൾക്ക് ഇത് ഇങ്ങനെ ഫോളോ ചെയ്താണ് നിങ്ങൾ ആ പർട്ടിക്കുലർ ജോബ് ചെയ്യേണ്ടത്. അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് സീക്വൻഷ്യൽ ഓർഡറിൽ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. സോ ദ ട്രെയിനിങ് ഹാസ് ടു ഫോളോ സച്ച് ഇൻസ്ട്രക്ഷൻസ്. ആ ട്രെയിനിങ് ആരാണോ ട്രെയിനിങ്ങിൽ ഏർപ്പെടുന്ന ട്രെയിനിങ് എംപ്ലോയീസ് അവർ ആ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ആ പ്ലാൻഡ് ആയിരിക്കുന്ന അല്ലെങ്കിൽ സീക്വൻഷ്യൽ ഓർഡറിലുള്ള സീരീസ് മുഴുവനും ഫോളോ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷെ ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി ബിക്കോസ് ഇറ്റ്സ് ടൈം കൺസ്യൂമിങ് ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് വെരി എക്സ്പെൻസീവ്. ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്. കാരണം എന്താ, നമ്മൾ ഓരോ ഇൻസ്ട്രക്ഷൻസും ആ സീക്വൻഷ്യൽ ഓർഡറിൽ തന്നെ ഫോളോ ചെയ്യണം. സോ ഇറ്റ് വിൽ ബി ടൈം കൺസ്യൂമിംഗ്, കുറച്ച് സമയം എടുക്കും. ആൻഡ് ഓൾസോ ഇറ്റ്സ് എക്സ്പെൻസീവ്. വൈ ഇസ് ഇറ്റ് എക്സ്പെൻസീവ്? എന്തുകൊണ്ട് അത് എക്സ്പെൻസീവ് ആണെന്ന് പറയാൻ കാരണം അതിനു വേണ്ടിയിട്ട് ഒരുപാട് കമ്പ്യൂട്ടർ പോലെയുള്ള മെഷീനറീസ് ആവശ്യമുണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ അതിന്റെ സഹായത്തോടെയാണ് നമ്മൾ ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുന്നത്. സോ അത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഇപ്പൊ എല്ലാ വലിയ ഓർഗനൈസേഷൻസിനൊന്നും കുഴപ്പമില്ല. അല്ലാത്ത ഓർഗനൈസേഷൻസിലൊക്കെ ഒരുപാട് നമ്പർ ഓഫ് കമ്പ്യൂട്ടേഴ്സോ അതുപോലെയുള്ള സിസ്റ്റംസോ ഒക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിന് ചെലവ് കൂടുതലുണ്ട്. സിസ്റ്റംസ് അത്രയും വാങ്ങിക്കേണ്ടി വരും ഓരോ എംപ്ലോയീസിന് വേണ്ടി, അല്ലെങ്കിൽ 1, 2, 3 എംപ്ലോയീസിന് വേണ്ടിയിട്ട് അത്രയും സിസ്റ്റംസ് ഒക്കെ അവിടെ അവൈലബിൾ ആയിരിക്കും. സോ ഇറ്റ്സ് എക്സ്പെൻസീവ് ബിക്കോസ് അപ്പോ ഇത്രയും പ്രോഗ്രാമുകളാണ് അല്ലെങ്കിൽ ഇത്തരം ട്രെയിനിങ് പ്രോഗ്രാംസ് ആണ് ഓഫ് ദ ജോബ് മെത്തേഡിൽ വരുന്നത്. ഏതൊക്കെയായിരുന്നു അത്? വെസ്റ്റിബ്യൂൾ ട്രെയിനിങ്, റോൾ പ്ലേയിങ്, ലെക്ചർ മെത്തേഡ്,
conference and programmed instructions. Off the job training ilum on the job training ilum ulla prathegam classifications nammal ariyirikkanam. Okay, clear ayo? Programmed instructions മനസ്സിലായോ? അതിന്റെ ഫസ്റ്റ് സെന്റൻസ് ഒന്ന് ഫസ്റ്റും സെക്കൻഡും സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ ആണല്ലോ? Did you get all the of the job training methods? 5 classifications are vestibule training, role playing, conference, lecture method, and programmed instructions. Okay, so let's move to the next topic. Adutha topic nammal padikkan povunathu, as the name of the chapter indicates, training and development. Idana nammade chapter inde pere alle. Appo nammal ini padikkan povunathu difference between training and development. Training um development um thammilulla vyathyasam endana? See, training എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമ്മൾ പഠിച്ചു. what is meant by training? എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത്? it is an educational process. നമ്മൾ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ട്രെയിനിങ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഒരു ആളുകൾ നമുക്ക് ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ അത് കേട്ടും കണ്ടും പഠിക്കുകയാണ്. ഒരു ലേണിംഗ് പ്രോസസ് ആണ്, അല്ലെ? ആലോചിച്ച് നോക്കിയാൽ ഇത് കറക്റ്റ് ആണോ പറഞ്ഞത്? ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു ലേണിംഗ് പ്രൊസീജിയർ, ഒരു ലേണിംഗ് പ്രോസസ് ആണ്. വാട്ട് ദ ട്രെയിനർ ട്രെയിൻസ്, എന്താണോ ട്രെയിനർ നമുക്ക് ട്രെയിൻ ചെയ്ത് തരുന്നത് അത് നമ്മൾ ചിലപ്പോൾ കണ്ടു പഠിക്കേണ്ടതായിരിക്കും, ചിലപ്പോൾ കേട്ട് പഠിക്കേണ്ടതായിരിക്കും, അല്ലെ? അങ്ങനെയല്ലേ? രണ്ട് രീതിയിലും വേണ്ടേ? ചില കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ ചിലപ്പോ ചില മെറ്റീരിയൽസ് അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ നമുക്ക് അത് എന്താണോ ആ മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്യുന്നത് അത് നമ്മൾ കണ്ടു മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഈ രണ്ട് രീതിയിലും എംപ്ലോയീസ് ആർ ലേണിംഗ് ദ പ്രോസസ്. ആ ഒരു പ്രോസസ് ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു എൻഹാൻസ് our skill, our knowledge, and also our competency. മീൻസ് നമ്മൾ ചെയ്യാൻ പോകുന്ന പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ്, നമ്മൾ ചെയ്യാൻ പോകുന്ന ജോലിയില് പോസ്റ്റ് ഡ്യൂട്ടി, നമുക്ക് ഡ്യൂട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് അതിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഹൗ ക്യാൻ ബി ഡു ഇറ്റ്, ആ ജോലി എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും, അതിനു വേണ്ടിയിട്ടുള്ള അറിവും കഴിവൊക്കെ ഡെവലപ്പ് ചെയ്തെടുക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലേണിംഗ് പ്രോസസ് ആണ് എന്ന് വിളിക്കാം ട്രെയിനിങ് എന്ന് പറയുന്നത്. ഓൾറെഡി നമ്മൾ 1-2 പ്രാവശ്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ we can simply അത് നമ്മൾ ഏറ്റവും സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ it increases, training increases the knowledge and skill of an employee. തീർച്ചയായിട്ടും ഒറ്റ കുഞ്ഞു സെന്റൻസിൽ പറയുകയാണെങ്കിൽ ട്രെയിനിങ് കൊണ്ട് എംപ്ലോയീസിന്റെ നോളജും സ്കില്ലും എന്ത് ചെയ്യാം? വർദ്ധിപ്പിക്കാം. അല്ലെങ്കിൽ എംപ്ലോയീസിന്റെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് എന്ത്? ട്രെയിനിങ്. ഏത് രീതിയിൽ തെച്ചു മറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ആ ഒരു സെന്റൻസ് എന്തായാലും അണ്ടർലൈൻ ചെയ്യേണ്ടതാണ്. We can say it is a process of increasing knowledge and skill of an employee. It is a it എന്ന് പറയുന്നത് ട്രെയിനിങ് ആണ് കേട്ടോ. അവിടെ ട്രെയിനിങ് എന്ന് ചേർത്ത് നമ്മൾ വായിക്കണം. സോ സിംപ്ലി we can say അതൊന്നും വേണ്ട. It is a process of increasing knowledge and skills of an employee എന്ന് പറയുമ്പോൾ ആ ഇറ്റില് നമ്മൾ അവിടെ ട്രെയിനിങ് എന്ന് ചേർത്ത് വായിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞത്. ക്ലിയർ ആയോ? So training is done അല്ലെങ്കിൽ made for the improvement of our knowledge and skill. വീണ്ടും പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം, നമുക്ക് നിലവിൽ എന്താ പറയാ, ഞാനിപ്പോ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷിക്കുമ്പോൾ ആ ജോലി ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റുമെന്നുള്ള ആ ഒരു ട്രസ്റ്റ്, ആ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നത്, അല്ലെ? ചില ആൾക്കാര് ജോലിക്കൊക്കെ ആപ്ലിക്കേഷൻ കൊടുക്കാൻ തന്നെ മടിക്കും. Why? What is the reason? Because they are not having any എന്താ പറയാ trust or courage to perform that job. അവർക്ക് ഒരു എന്താ പറയാ ഉള്ളിൽ തന്നെ അവർക്ക് ഒരു ധൈര്യമോ അല്ലെങ്കിൽ അവർക്ക് വിശ്വാസവും ഇല്ല, തന്നെ സെൽഫായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല. എന്ത് വെദർ ഐ ക്യാൻ ഡു ഓർ നോട്ട്, എനിക്കത് ചെയ്യാൻ പറ്റും, ഉൾവലിയും. ചില ആൾക്കാർ അങ്ങനെയാണ്, അല്ലെ? ഇൻട്രോവേർട്ട് എന്നൊക്കെ നമ്മൾ അതിന് പേരിട്ടൊക്കെ വിളിക്കും. എന്ന് വെച്ചാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റുമോ അങ്ങനെയുള്ള പേടി കൊണ്ട് ചില ആൾക്കാർ ചില ജോലിക്കൊന്നും അപ്ലൈ ചെയ്യില്ല. അതേസമയം എന്നെ കൊണ്ട് അത് പറ്റുമെന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അവര് ജോലിക്ക് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് വി ഹാവ് സം സ്കിൽ ആൻഡ് നോളജ്. നമുക്ക് അതിനെ കുറിച്ച് അറിവുണ്ട്. ഇത് എങ്ങനെയല്ലേ, ഇതല്ലേ, അപ്പൊ എന്തായാലും എനിക്ക് ചെയ്യാൻ പറ്റും. ആ ഒരു അറിവും ഇതൊക്കെ വെച്ചിട്ട് കഴിവൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത്. പക്ഷെ when we are entering the organization to perform a job, അത് ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു ഓർഗനൈസേഷനിൽ നമ്മൾ റിക്രൂട്ടഡ് ആയി നമുക്ക് ജോലി കിട്ടിയെന്ന് വിചാരിക്കാം. ആൻഡ് ഫ്രം ദ പാർട്ട് ഓഫ് ദ ഓർഗനൈസേഷൻ ഗിവ്സ് സം ട്രെയിനിങ് ടു us. നമുക്ക് എന്ത് ചെയ്യുന്നു, ഇന്നതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ഇതാണ് നിങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ട്രെയിനിങ് തരുന്നു. അന്നേരം എന്ത് പറ്റും, അപ്പൊ നമുക്ക് കുറച്ചുകൂടി നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിച്ചു. ബിക്കോസ്
we got that knowledge. That means നമ്മളുടെ ഉള്ള അറിവിനെ കുറച്ചും കൂടി നമുക്ക് എൻഹാൻസ് ചെയ്യാൻ ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റി. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ എക്സിസ്റ്റിംഗ് നമുക്ക് തന്നിരിക്കുന്ന ജോലിയെ നമുക്ക് കൂടുതൽ കോൺഫിഡൻസോടുകൂടി കൂടുതൽ അറിവും കഴിവൊക്കെ ഉപയോഗിച്ച് എന്താ പറയാ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്, അതിനെയാണ് നമുക്ക് ട്രെയിനിങ് എന്ന് വിളിക്കാം. ആൻഡ് ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഷോർട്ട് ടൈം പ്രൊസീജിയർ അല്ലെ? ട്രെയിനിങ് ഇങ്ങനെ കാലാകാലത്തോളം എപ്പോഴും കൊടുത്തോണ്ടിരിക്കാൻ പറ്റുമോ? ഇന്ന് ഒരു ട്രെയിനിങ് കൊടുത്തു, നീ ഇതനുസരിച്ച് ചെയ്തോളണം എന്ന് പറഞ്ഞിട്ട് ആളെ ജോലിക്ക് വേണ്ടി വിടുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് നാളെ ഞാൻ വന്ന് ട്രെയിനിങ് തരാം, ഇതിങ്ങനെ എല്ലാ വർഷവും അല്ലെ വർഷാവർഷം ചെയ്തോണ്ടിരിക്കുവോ? ഇല്ല, ആക്ടിവിറ്റി അല്ലെ? എപ്പോഴാണോ എംപ്ലോയീസ് അവരുടെ പെർഫോമൻസ് ലെവലിൽ നിന്നും സ്റ്റാൻഡേർഡിൽ നിന്നും ആ നിലവാരത്തിൽ നിന്ന് താഴേക്ക് പോകുന്നേ, ആളുകളുടെ പെർഫോമൻസ് ലെവൽ കുറഞ്ഞു പോകുന്നു എന്ന് കണക്കാക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ, when a new employees are recruited, പുതിയ എംപ്ലോയീസിനെ ഓർഗനൈസേഷനിൽ കൊണ്ടുവരുമ്പോൾ ഇത്തരം സാഹചര്യങ്ങളിലൊക്കെ ട്രെയിനിങ്ങിന്റെ ആവശ്യമുള്ളൂ. അല്ലാണ്ട് കുറച്ച് എംപ്ലോയീസ് പുതിയതായിട്ട് ജോലിക്ക് വന്നു, എന്ത് ചെയ്യുന്നു? ആദ്യം 5 ദിവസം ട്രെയിനിങ് കൊടുത്തു, വീണ്ടും അടുത്ത 5 ദിവസം കൊടുത്തു, അങ്ങനെ മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോകുമോ? ഇല്ല. അതുകൊണ്ട് ട്രെയിനിങ് എന്ന് പറയുന്നത് ഷുഡ് ബി ഷോർട്ട് ടൈം പീരീഡ്. അത് ഷോർട്ട് ടൈം അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫോക്കസ് ചെയ്തിട്ടുള്ളതായിരിക്കണം ട്രെയിനിങ് പീരീഡ്. ചിലപ്പോൾ 5 ദിവസമായിരിക്കാം. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വർക്ക്. എന്ത് ജോലിയാണോ ആ ജോലിക്ക് അനുസരിച്ച് ചിലപ്പോൾ 1 ദിവസമായിരിക്കാം, ചിലപ്പോൾ ഓൺലി അവേഴ്സ്, ചിലപ്പോൾ മണിക്കൂർ മാത്രമേ എടുക്കുള്ളൂ. 1 മണിക്കൂറോ 2 മണിക്കൂറോ കൊണ്ട് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് നമുക്ക് പറയാം ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ ടേം ഫോക്കസ്ഡ് ആയിട്ടുള്ള കുറച്ച് സമയം കൊണ്ട് തീർക്കേണ്ട ഒരു ഫിക്സഡ് ഡ്യൂറേഷനിൽ തീർക്കേണ്ട ഒന്നാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. സോ ട്രെയിനിങ് ഇറ്റ് ഈസ് ദ റിസൾട്ട്. ആ ട്രെയിനിങ്ങിന്റെ റിസൾട്ട് എന്താണെന്ന് പറയുന്നത് ഇറ്റ്സ് എ മോട്ടിവേഷൻ ബൈ ദ മാനേജ്മെന്റ്. അതായത് ഇത് ശരിക്കും പറഞ്ഞ പുറത്തുനിന്നുള്ള മോട്ടിവേഷൻ കൂടിയാണ്. ആ ട്രെയിനിങ് കിട്ടി കഴിയുമ്പോൾ ഓൾറെഡി എംപ്ലോയി എന്താകും? ഒരു മോട്ടിവേറ്റഡ് ആകും. കാരണം ജോലി ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ലെവല്, കറേജ് അതൊക്കെ വർദ്ധിക്കും. കാരണം ആൾക്കാരിനെ കുറിച്ച് ഒരു അറിവ് കിട്ടി, എന്താ ചെയ്യേണ്ടത്, പ്രവർത്തിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് മേക്സ് ഹിം ടു പെർഫോം വെൽ. തന്റെ ജോലി വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ടുള്ള ഒരു ഇനീഷ്യേഷൻ കൂടിയാണ്. ഓക്കെ, അപ്പൊ അതൊന്ന് വായിച്ചു നോക്കിയേ, ആ സെന്റൻസുകൾ വായിച്ചു നോക്കിയേ, പറയുന്നത് അണ്ടർലൈൻ ചെയ്യാം. എന്നിട്ട് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ട്രെയിനിങ് റെഫേഴ്സ് ടു എന്നുള്ളത് ആ സെന്റൻസും, അത് കഴിഞ്ഞിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസ് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻക്രീസിംഗ് നോളജ്, അത് അണ്ടർലൈൻ ചെയ്യാം. പിന്നെ അടുത്തത് കൂടി ഇറ്റ് ഈസ് ഷോർട്ട് ടേം. ഇറ്റൊക്കെ മാറ്റി വായിക്കണോട്ടെ. ട്രെയിനിങ് എന്നുള്ളതാണ് ഇവിടുത്തെ വാക്ക്. ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഫോക്കസ്ഡ് and for fixed duration. Training is a short term focused and for a fixed duration. ഒരു ഫിക്സഡ് ടൈം ഉണ്ട്. 2 ദിവസം ട്രെയിനിങ് കൊടുക്കുന്നു, 3 ദിവസം, ഒരാഴ്ച, 1 month. ഇതൊക്കെയാണ് ട്രെയിനിങ്ങിന്റെ ഡ്യൂറേഷൻ. അങ്ങനെ പറയാ. അല്ലാണ്ട് അവർ പഠിക്കുന്നിടത്തോളം വരെ ട്രെയിനിങ് കൊടുക്കാന്നല്ല. ആ ഒരു ഫിക്സഡ് ടൈമില് employees will get self-confidence to do particular job. കൊടുത്തിരിക്കുന്ന ജോലി ചെയ്യാനുള്ള പാകം അവരാകും. അവർക്ക് സെൽഫ് കോൺഫിഡൻസ് വരും ആ ഒരു ട്രെയിനിങ്ങിന്റെ പീരീഡിൽ. പക്ഷെ ചിലർക്ക് ചിലപ്പോൾ കിട്ടില്ല. സോ ദേ മേ ബി റിലീവ്. അങ്ങനെയുള്ളവരെ എടുക്കില്ല ജോലിക്ക്. കാരണം ഇതിപ്പോ കുറെ ദിവസം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ്, എക്സ്പെൻസീവ് ആണ് ഈ ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത്. പണച്ചെലവുള്ളതാണ്, സമയവും എടുക്കും. പക്ഷെ അങ്ങനെ കുറെ സമയം അത്രയും എന്താ പറയാ വെറുതെ ആവശ്യമില്ലാതെ നമ്മള് ഇൻവെസ്റ്റ് ചെയ്ത് അങ്ങനെ ട്രെയിനിങ് കൊടുക്കേണ്ട ആവശ്യം എന്താ? അങ്ങനെയുള്ള ആളുകളെ എംപ്ലോയീസിനെ ചിലപ്പോൾ എന്ത് ചെയ്യും? പിരിച്ചുവിടും. പറ്റില്ല, അത് നമുക്ക് സഫീഷ്യന്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നില്ല. സോ അങ്ങനെയുള്ളവരെ ചിലപ്പോൾ എന്ത് ചെയ്യും? ടെർമിനേറ്റ് ചെയ്യും, എടുക്കില്ല, ജോലിക്ക് വിട്ടുകളയും. ഓക്കെ, ക്ലിയർ ആണല്ലോ പറഞ്ഞത്? മനസ്സിലായി? ആ പാരഗ്രാഫ് ഫുള്ളോ ഉണ്ടെന്നില്ലല്ലോ? ഓക്കെ. അപ്പൊ നമ്മള് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ട്രെയിനിങ് എന്താ നമ്മൾ കണ്ടു. നൗ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് ഡെവലപ്മെന്റ്. എന്താണ് അപ്പൊ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ? ഡെവലപ്മെന്റ് ഈസ് ആൻ ഇൻഫോർമേഷൻ പ്രോസസ്സാണ്. ട്രെയിനിങ് ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു പഠിക്കുകയാണ്. ഇപ്പൊ എന്നെ ആരെങ്കിലും എന്തെങ്കിലും കാര്യം പഠിപ്പിച്ചു തരാണ്, അപ്പൊ ഞാനതിങ്ങനെ
ലേൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രാക്ടിക്കലി തിയററ്റിക്കലി അത് ഞാൻ ഇങ്ങനെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, അതൊരു ലേണിംഗ് പ്രോസസ് ആണ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ. പക്ഷെ കമ്പയർഡ് ടു ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു ഇൻഫോർമേഷൻ പ്രോസസ് ആണ്. എന്താ ഇൻഫോർമേഷൻ പ്രോസസ്? ബിക്കോസ് ഇറ്റ് ഈസ് an understanding about the overall growth of that particular employee or employees. അതായത് നമ്മൾ ഇങ്ങനെ ട്രെയിനിങ് കൊടുത്തു കഴിയുമ്പോൾ ആ ട്രെയിനിങ്ങിൽ നിന്ന് ആ എംപ്ലോയിക്ക് എത്രത്തോളം പുരോഗമനം ഉണ്ട്, എത്രത്തോളം വളർന്നു, ഫിസിക്കലി വളർന്ന കാര്യമല്ല, അതായത് നമുക്ക് ജോലി ചെയ്യാനുള്ള കോൺഫിഡൻസ് വളർന്നു, അല്ലെ, നമുക്കത് എന്ത് ചെയ്യാം എന്നുള്ള ഒരു ലെവലിലേക്ക് എത്തി. മാത്രമല്ല നമ്മുടെ പെർഫോമൻസ് ലെവൽ വളർന്നു, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലി കുറച്ചും കൂടി നല്ല റിസൾട്ട് കിട്ടുന്ന രീതിയിൽ നമ്മൾ ചെയ്തു, അല്ലെ, അവരുടെ അറിവ് വർദ്ധിച്ചു, കഴിവ് വർദ്ധിച്ചു. അതിനെ കുറിച്ച് മനസ്സിലാക്കുക, ആ ഒരു ഇൻഫോർമേഷൻ കളക്ട് ചെയ്യുക, അതിനെയാണ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുക. അപ്പൊ ട്രെയിനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പാണ് ഡെവലപ്മെന്റ്. ക്ലിയർ ആയോ? പറഞ്ഞത് എന്താണെന്ന് വ്യക്തമായോ? അത് മനസ്സിലാക്കാണ്ട് നമ്മൾ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ആർ നോട്ട് സെയിം, രണ്ടും ഒന്നല്ല. ട്രെയിനിങ് ഈസ് എ ലേണിംഗ് പ്രോസസ്. ഇപ്പൊ എനിക്ക് ട്രെയിനിങ് തരുന്നു, അപ്പൊ ഞാനത് കണ്ട് കേട്ട് ആരാണോ എന്നെ ട്രെയിൻ ചെയ്യുന്നത് അവരുടെ എല്ലാം നോക്കി കണ്ട് മനസ്സിലാക്കി പഠിച്ചെടുക്കുന്നു. അത് എന്റെ എന്ത് ചെയ്യുന്നു, സ്കില്ലും നോളജൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, വളരെ കഷ്ടപ്പെട്ട് ഞാനത് പഠിച്ചെടുക്കുന്നു. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്തു, ഞാൻ പഠിച്ചു, അപ്പൊ എനിക്ക് എന്ത് കോൺഫിഡൻസ് വന്നു, എനിക്ക് ആ ജോലി ചെയ്യാം. ഓക്കെ, ആൻഡ് പെർഫെക്റ്റ്ലി ഓക്കെ ആൻഡ് ഐ ക്യാൻ മേക്ക് ബെറ്റർ റിസൾട്ട്സ്. എനിക്ക് അങ്ങനെ കോൺഫിഡൻസ് വന്നു, അതിനേക്കാൾ നേരത്തെ ചെയ്തതിനേക്കാൾ കുറച്ചുകൂടി നന്നായി ഞാൻ ചെയ്യാം എന്നുള്ളൊരു കോൺഫിഡൻസ് ലെവലിലേക്ക് എത്തി. ഓക്കെ, അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അതിന്റെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഞാൻ ആ പറഞ്ഞ കാര്യങ്ങൾ കേട്ടു, മനസ്സിലാക്കി, പഠിച്ചു, ലേണിംഗ് പ്രോസസ്സിലൂടെയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് എത്രത്തോളം നോളജ് വർദ്ധിച്ചു, ഞാൻ എത്രത്തോളം ഭംഗിയായി നേരത്തെ നിന്നും കൂടുതൽ നല്ല രീതിയിലുള്ള റിസൾട്ട് ഓർഗനൈസേഷന് കൊടുക്കുന്നു, അങ്ങനത്തെ ഉള്ള ഇൻഫോർമേഷൻ, അതിനെയാണ് നമ്മൾ ഡെവലപ്മെന്റ് എന്ന് വിളിക്കുക. ക്ലിയർ ആയോ? ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. ട്രെയിനിങ് കഴിഞ്ഞിട്ട് വരുന്ന പ്രൊസീജിയർ ആണ് ഡെവലപ്മെന്റ്. ആ ഡെവലപ്മെന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എംപ്ലോയിയുടെ പേഴ്സണൽ ഡെവലപ്മെന്റ് പ്ലസ് അദ്ദേഹത്തിന്റെ ആ ഒരു കരിയർ ഡെവലപ്മെന്റ്. അതായത് ആ ജോലി എത്ര നന്നായി ചെയ്യുന്നു, അതുപോലെ തന്നെ പേഴ്സണൽ ആയിട്ട് വ്യക്തിപരമായിട്ട് ആളുടെ വളർച്ച, ആളുടെ സ്റ്റാറ്റസ് കൂടും. ട്രെയിനിങ് കിട്ടി കഴിയുമ്പോൾ കുറച്ചുകൂടി നല്ല ജോലിയായി. ഓക്കെ, നല്ല രീതിയിൽ എനിക്ക് ആൾക്കാരെ മറ്റു എംപ്ലോയീസിനൊന്നും പേടിക്കണ്ട, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ അയ്യോ എനിക്ക് മനസ്സിലായില്ലല്ലോ, അറിയാൻ പാടില്ലല്ലോ, ചെയ്യാൻ എന്ന ഒരു ഈഗോ ഒന്നും വേണ്ട. മനസ്സിലായോ? കുറച്ചുകൂടി നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണേ. സോ നമ്മള് ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ, ഈ ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്. വളർച്ചയുടെ ഒരു പ്രോസസ്സാണ് എന്ന് വിളിക്കുന്നത് ഡെവലപ്മെന്റ്. നമ്മൾ എത്രത്തോളം വളർന്നു, ആ ട്രെയിനിങ് കിട്ടിക്കഴിഞ്ഞിട്ട് നമുക്ക് എന്തോരം വളർച്ച ഉണ്ടായി. എങ്ങനെയുള്ള വളർച്ച? നമ്മൾ ചെയ്യുന്ന ജോലിയിൽ വളർച്ച, നമ്മളുടെ കരിയറിലുള്ള ഡെവലപ്മെന്റ്, നമ്മളുടെ ആ ഒരു എന്താ പറയാ സ്കില്ല്, നോളജ് എത്രത്തോളം വളർന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ, അതാണ് ഡെവലപ്മെന്റ് എന്ന് വിളിക്കുന്നത്. സോ ദ എയിം ഓഫ് ഡെവലപ്മെന്റിന്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് ദ നോളജ് ആൻഡ് സ്കിൽ ഫോർ ഫ്യൂച്ചർ ചലഞ്ചസ്. അതായത് ഭാവിയിൽ ഉണ്ടാകാവുന്ന വെല്ലുവിളികൾ. ഓർഗനൈസേഷൻസിന് ഒരുപാട് വെല്ലുവിളികളൊക്കെ ഫേസ് ചെയ്യേണ്ടി വരും, അല്ലെ? ബിസിനസ് ഓർഗനൈസേഷൻ ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സിന്റെ ഉള്ളിൽ കൂടി കടന്നു പോകേണ്ടവരാണ്. അല്ലെങ്കിൽ ബിസിനസ് എന്ന് പറയുന്നത് അത്ര റിസ്കിയാണ്. അപ്പൊ അതിന് ഒരുപാട് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. ഔട്ട്സൈഡ് ഫാക്ടേഴ്സ്, ഇൻസൈഡ് ഫാക്ടേഴ്സ്. ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരുപാട് വെല്ലുവിളി എംപ്ലോയീസിന്റെ ഭാഗത്ത് നിന്നായിരിക്കാം, അല്ലെ? പിന്നെ പുറത്തുനിന്ന് പബ്ലിക്കിന്റെ ആയിരിക്കാം, മറ്റേതെങ്കിലും സോഴ്സസ് നിന്നൊക്കെ ഒത്തിരി ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇങ്ങനെ ചലഞ്ചസ് ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കുകയാണ് എംപ്ലോയീസിനൊക്കെ. അത് ഒരു ലേണിംഗ് പ്രോസസ് ആൻഡ് ഓൾസോ ഫോർ ദ ഗ്രോത്ത്. ഇങ്ങനെ അതിന് വേണ്ടിയിട്ട് ഒരുക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള വളർച്ചയുമാണ് എന്താ പറയാ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതിന്റെ എയിം. അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ലോങ് ടേം ഫോക്കസ്ഡ് ഡ്യൂറേഷൻ ഉള്ളതാണ്. എന്ന് വെച്ചാൽ ട്രെയിനിങ് നമ്മൾ പറഞ്ഞ ഷോർട്ട് ടേം ആണ്. ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നു, ചിലപ്പോൾ 1-2 മണിക്കൂർ മാത്രം ട്രെയിനിങ്ങിന് വേണ്ടി കൊടുക്കുന്നു, ഒരാഴ്ച കൊടുക്കുന്നു. അപ്പൊ അതിനൊരു പർട്ടിക്കുലർ ഡ്യൂറേഷൻ, ഒരു ഫിക്സഡ് ടൈം ഉണ്ട്. അത് മിക്കവാറും ഷോർട്ട് ടേം ആയിരിക്കേ ഉള്ളൂ. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം അല്ല, ഇതൊരു ലോങ് ടേം ആണ്. കാരണം ട്രെയിനിങ് കൊടുക്കുന്നതിന്റെ റിസൾട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എത്രത്തോളം അത് എംപ്ലോയീസിൽ പ്രകടമാകുന്നുണ്ട്, അല്ലെ, എക്സ്പോസ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് ചെക്ക് ചെയ്യണം. അതിന്റെ ഇൻഫോർമേഷൻസ് നമ്മൾ കളക്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് കോൾഡ് ഡെവലപ്മെന്റ് ഈസ് എ ലോങ് ടേം ഫോക്കസ്ഡ് ആക്ടിവിറ്റി എന്ന് പറയാം. And also it is calculated or assessed throughout the life of that particular employee.
ആ എംപ്ലോയിയുടെ ലൈഫ് എത്രത്തോളം വരുന്നുണ്ടോ അതുവരെ നമുക്ക് ആളെ അസസ് ചെയ്യാൻ പറ്റും. അതാണ് ഡെവലപ്മെന്റ്. എനിക്ക് ഇന്ന ജോലി, ആ ജോലി വെച്ച് നീ എത്രത്തോളം എനിക്ക് ട്രെയിനിങ് ഒക്കെ കിട്ടി ഞാൻ ആ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു, അതിൽ നീ എത്രത്തോളം വളർന്നു, എത്രത്തോളം ഓരോ ദിവസവും വളർന്നുകൊണ്ടിരിക്കുന്നു, എന്ത് എപ്പോ വരെ ലൈഫ് ടൈം വരെ എത്രത്തോളം നീ വളർന്നു, ആ ജോലി കൊണ്ട് നീ എന്തോരം വളർന്നു, നിന്റെ അറിവ് കഴിവ് മറ്റു കാര്യങ്ങളൊക്കെ എത്രത്തോളം വളർന്നു. അതുകൊണ്ടാണ് ഡെവലപ്മെന്റിന്റെ ഒരു ലോങ് ടേം പ്രൊസീജിയർ എന്ന് പറയാൻ കാര്യം. ഓക്കെ, അപ്പോ and also it is an act of self motivation. അത്തരം എന്താ പറയാ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സെൽഫ് മോട്ടിവേഷൻ കൂടിയാണ്. നമ്മൾ എന്താ സെൽഫ് മോട്ടിവേഷൻ എന്താ, നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു മോട്ടിവേഷൻ കിട്ടണം, നമ്മളിൽ തന്നെ ഒരു മോട്ടിവേഷൻ ഉണ്ടായിരിക്കണം. എനിക്കത് ചെയ്യണം, എനിക്ക് അവിടേക്ക് എത്തണം, എനിക്ക് അവിടേക്ക് ഉയരണം, എനിക്ക് ഇതൊരു കാര്യം ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് സെൽഫ് മോട്ടിവേഷൻ. അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. സോ ആ ഡെവലപ്മെന്റിന്റെ എയിം എന്നുള്ളത് ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തേ. Developments are performed in an aim of improving knowledge and skill to face future challenges. A sentence കൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തു, പിന്നെ മൂന്നാമത്തെ സെന്റൻസ് ആണ് കേട്ടോ, മൂന്നാമത്തെ സെന്റൻസ് ആണ് അണ്ടർലൈൻ ചെയ്യേണ്ടത്. ഇനി അവിടെ വേണ്ട, കാരണം അത് അവിടെ ഡിഫറൻസിൽ നമ്മൾ പറയുന്നത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കുറെയൊക്കെ നമ്മൾക്ക് ഇവിടെ എന്താ പറയാ ഒരു കമ്പാരിസൺ കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ ഡെവലപ്മെന്റും ട്രെയിനിങ്ങും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അതിന്റെ സാമ്യോ അല്ലെങ്കിൽ വ്യത്യാസമോ സാമ്യമില്ലായ്മയോ എന്തെങ്കിലും ആവട്ടെ, അത് ആണെങ്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, അത് കുറച്ച് ചെറുതൊക്കെ ഒന്ന് നോക്കി ഒന്ന് പഠിച്ചൊക്കെ വെച്ചേക്കണം. അതിൽ നിന്നും ഒക്കെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്ന് കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ആ എന്താ പറയാ ഭയങ്കര വലിയ നീളമുള്ള സെന്റൻസ് ഒന്നുമല്ല, മെയിൻ പോയിന്റുകൾ വെച്ചിട്ട് നമുക്കതിനെ ചുരുക്കി നിങ്ങളതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പൊ ഫസ്റ്റ് വൺ വളരെ ചുരുക്കി തന്നിട്ടുണ്ട്. എന്താ, ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു റിയാക്റ്റീവ് പ്രോസസ് ആണ്, ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഒരു പ്രോ ആക്റ്റീവ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ എന്താ റിയാക്റ്റീവ് പ്രോസസ് എന്ന് പറയുന്നത്, ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു റിയാക്റ്റീവ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ നമുക്ക് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളുടെ റിയാക്ഷൻസ് നമ്മളത് ചെയ്യും. കാരണം നമ്മൾ എന്ത് പഠിച്ചു, നമ്മൾ എന്ത് കാര്യങ്ങൾ പ്രാക്ടിക്കലായിട്ട് നേടി, and we have to act against it. അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഈ ആക്ഷൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഈ ആക്ഷൻ കഴിഞ്ഞിട്ട് പ്രോ ആക്റ്റീവ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ എന്താ, നമ്മൾ പഠിച്ചു, നമ്മൾ അതനുസരിച്ച് ജോലി ചെയ്തു, അത് കഴിഞ്ഞു വരുന്ന ഇൻഫോർമേഷൻസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഞാൻ എത്രത്തോളം ഭംഗിയായി ചെയ്യുന്നു, നേരത്തെ നിന്ന് ഇംപ്രൂവ്മെന്റ് ഉണ്ടോ, ഇതൊക്കെ ട്രെയിനിങ്ങിന് ശേഷം എങ്ങനെയുണ്ട്, മെച്ചപ്പെട്ടിട്ടുണ്ടോ, ഇതാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് അതിനെ പ്രോ ആക്റ്റീവ് പ്രോസസ് എന്ന് വിളിക്കും. സോ ദ ഫസ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ് ഈസ് training is a reactive process and development is a proactive process. അത് ഫസ്റ്റ് വൺ ഒന്ന് അണ്ടർലൈൻ ചെയ്തേക്കുക. ഡിഫറൻസിൽ വരുന്നത് വേണമെങ്കിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫസ്റ്റ് വൺ അണ്ടർലൈൻ ചെയ്തോ, മനസ്സിലായോ? ഒന്നാമത്തെ റിയാക്ഷൻ പ്രോസസ് ആണ് ട്രെയിനിങ്, പ്രോ ആക്ഷൻ പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ ആക്ഷൻ കഴിഞ്ഞിട്ടുള്ള പ്രോസസ് ആണ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി എന്താ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽസ്. ട്രെയിനിങ് ആരാ നേരിടുന്നത്, അതായത് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത് ആരാ, ട്രെയിനീസ് ആണ്, എംപ്ലോയീസ് ആണ്. ഡെവലപ്മെന്റ് ഈസ് മെയിൻലി അറ്റൻഡഡ് ബൈ ഇൻഡിവിജ്വൽസ് തന്നെ. അതന്നെ ആ ഡെവലപ്മെന്റ് കിട്ടുന്നതും ഇൻഡിവിജ്വൽസ് തന്നെ, എംപ്ലോയീസ് തന്നെ. ഓക്കെ, അപ്പൊ ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള ഒരു സാമ്യം എന്ന് പറയുന്നത് രണ്ടും ഇൻഡിവിജ്വൽസിലേക്കാണ് പോകുന്നത്. ട്രെയിനിങ് ഇൻഡിവിജ്വൽസിനാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അറ്റൻഡ് ചെയ്യുന്നത് ഇൻഡിവിജ്വൽസ് ആണ്. അതിന്റെ ഡെവലപ്മെന്റ് പ്രൊസീജിയറും എംപ്ലോയീസിൽ തന്നെയാണ്, ഇൻഡിവിജ്വൽസിൽ തന്നെയാണ്. ഓക്കെ, സെക്കൻഡ് വണ്ണും ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. ഇനി തേർഡ് വൺ, നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു ട്രെയിനിങ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന രണ്ട് എക്സ്പ്ലനേഷൻസ് കൊടുത്തിരുന്നു. അതിനകത്തു നിന്നുള്ള ഒരു പോയിന്റ് ആണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഷോർട്ട് ഓർ ടേം ഫോക്കസ്ഡ് ഫോർ ഫിക്സഡ് ഡ്യൂറേഷൻ. ഷോർട്ട് ടേം പ്രൊസീജിയർ ആണ്, അതുപോലെ തന്നെ ഫിക്സഡ് ഡ്യൂറേഷനിലുള്ളതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത് അല്ലെ. കുറച്ച് നാളത്തേക്കേ ഉള്ളൂ, അതുപോലെ ഒരു ഫിക്സഡ് ടൈം ഉണ്ടായിരിക്കും. 1 വീക്ക് ആയിരിക്കാം, 1 hour ആയിരിക്കാം, 1 month ആയിരിക്കാം ട്രെയിനിങ്. അപ്പൊ വലിയ കുറെ ഭയങ്കര ഒരു എന്താ പറയാ കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉള്ള ജോലികളൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം ട്രെയിനിങ്ങിനൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. ചിലപ്പോ 1 month ഒക്കെ ചിലപ്പോ എന്ത് ചെയ്യും ട്രെയിനിങ്ങിന് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. സോ എങ്കിലും അത് ഒരു ഫിക്സഡ് ടൈമാണ്. അല്ലെങ്കിൽ നീ പഠിക്കണ വരെ അങ്ങനെയൊന്നുമല്ല, മനസ്സിലായോ? ചില എംപ്ലോയീസ് വേഗം പഠിക്കും, ചിലവര് കുറച്ച് പതുക്കെ പഠിക്കുള്ളൂ. അപ്പൊ പഠിക്കുന്നത് വരെ എന്നല്ല അവിടെ കൊടുത്തേ, ഫിക്സഡ് ഡ്യൂറേഷനിലായിരിക്കും ട്രെയിനിങ് പ്രൊസീജിയർ. ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആണ്, ഷോർട്ട് ടേം ഫോക്കസ്ഡ് ആണ്. അതേസമയം നമ്മൾ ഡെവലപ്മെന്റിനെ കുറിച്ച് എന്താ പറഞ്ഞ, ഡെവലപ്മെന്റ് ഈസ് എ ലോങ് ടേം ഫോക്കസ്ഡ് പ്രൊസീജിയർ ആണ്. ത്രൂ ഔട്ട് ദ ലൈഫ് ഓഫ് ദ പേഴ്സൺ, ആളുടെ ജീവിതകാലം മുഴുവൻ
വരെ നമുക്ക് ആ ഡെവലപ്മെന്റ് എത്രത്തോളം ആള് വികസിച്ചു അല്ലെങ്കിൽ വളർച്ച പ്രാപിച്ചു, ആളുടെ എന്താ പറയാ ഓർഗനൈസേഷനിലുള്ള നിലനിൽപ്പും അതോടൊപ്പം തന്നെ ആളുടെ ജോലി, ആളുടെ സ്കില്ല്, നോളജ് എത്രത്തോളം ഡെവലപ്പായി എന്ന് ആളുടെ ലൈഫ് ടൈം വരെ നമുക്ക് അളക്കാൻ പറ്റും. അതുകൊണ്ട് ലോങ് ടേം പ്രൊസീജിയർ ആണ് ഏത്, ലോങ് ടേം ഫോക്കസ്ഡ് ആയിട്ടുള്ള പ്രൊസീജിയർ ആണ് ഡെവലപ്മെന്റ്. ക്ലിയർ ആയോ? തേർഡ് വൺ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അണ്ടർലൈൻ ചെയ്തോട്ടാ, പറയുന്നത് അണ്ടർലൈൻ ചെയ്തോ. ക്ലിയർ? ക്ലിയർ ആയോ? എന്തെന്നില്ലല്ലോ, പോയോ എഴുന്നേറ്റ്? യെസ്, ഓക്കെ. ഇപ്പുറത്തെ സൈഡിൽ ചില തമ്പ് വരുന്നുണ്ട്. ജിൻഷ, അബി, തമ്പഴത്ത് ഇപ്പുറത്തെ കുറച്ച് അധികം പേരുണ്ട്, കാണുന്നില്ല. അത് നമ്മുടെ ഈ സ്ക്രീൻ പ്രസന്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഓക്കെ, ഇനി ട്രെയിനിങ് എന്ന് പറയുന്നത് ഫോർത്ത് എന്താ പറയാ ഡിഫറൻസ് ആണ്. ട്രെയിനിങ് ഈസ് ദ റിസൾട്ട് ഓഫ് ഇനീഷിയേഷൻ ടേക്കൻ ബൈ ദ മാനേജ്മെന്റ്. ട്രെയിനിങ് ആരാ കൊടുക്കണേ? ആരാണ് അതിനുവേണ്ടി മുൻകൈ എടുക്കണേ? കൊടുക്കുന്നത് മാനേജ്മെന്റ് അല്ല, ട്രെയിനർമാരെ വിളിച്ചിട്ടാണ് ട്രെയിനിങ് കൊടുക്കുക. പക്ഷെ അതിന് ഹൂ ടേക്സ് ദ ഇനീഷിയേഷൻ ഫോർ പ്രൊവൈഡിങ് ട്രെയിനിങ്? ട്രെയിനിങ് കൊടുക്കാനുള്ള ഇനീഷിയേഷൻ എന്ന് വെച്ചാൽ ഇനീഷിയേഷൻ എന്ന് പറഞ്ഞാൽ അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഒരുക്കുന്നത് അല്ലെങ്കിൽ അതിനെ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിക്കുന്നത് മാനേജ്മെന്റ് ആണ്. കാരണം എന്താ, ഓർഗനൈസേഷനിൽ എംപ്ലോയീസിനെ ട്രെയിൻ ചെയ്താൽ ഗുഡ് റിസൾട്ട്സ്, നല്ല ഔട്ട്പുട്ട്, നല്ല റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് ട്രെയിനിങ് ആവശ്യമാണെങ്കിൽ അത് കൊടുക്കും. അപ്പൊ അതിനുള്ള ഇനീഷിയേഷൻ എടുക്കുന്നത് ഓർക്കാൻ പറ്റുള്ള, അതുകൊണ്ടാണ് ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് മാനേജ്മെന്റ് ആണ്. എന്നാൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് റിസൾട്ട് ഔട്ട്സൈഡ് ദ മോട്ടിവേഷൻ. എന്ന് വെച്ചാൽ എന്താ, അത് മോട്ടിവേഷനിൽ നിന്ന് കിട്ടുന്നതാണ്. എന്ന് വെച്ചാൽ ആ ലേണിംഗ് ഒക്കെ കഴിഞ്ഞു, ട്രെയിനിങ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? സെൽഫ് മോട്ടിവേറ്റഡ് ആകണം. നമ്മൾ മോട്ടിവേഷനിലാകണം. എന്ത്, എനിക്കിത് ചെയ്യണം, കാരണം എന്റെ ട്രെയിനിങ് ഒക്കെ കിട്ടിയില്ലേ. സോ ഹാവ് ടു ബി ഡെവലപ്ഡ് അക്കോർഡിംഗ് ടു മൈ നോളജ് ആൻഡ് സ്കിൽ. എന്റെ അറിവ് കഴിവൊക്കെ കുറച്ച് കൂടുതൽ ആ ട്രെയിനിങ് കിട്ടിയപ്പോ കിട്ടിയിട്ട് അതനുസരിച്ച് എനിക്ക് അതിലേക്ക് എത്തണം, എനിക്ക് ഇത്ര റിസൾട്ട് ഉണ്ടാക്കണം, ഇങ്ങനെ നന്നായി പെർഫോം ചെയ്യണം. ഷുഡ് ബി മോട്ടിവേറ്റഡ് അവർ സെൽസ്. നമുക്ക് സ്വന്തമായിട്ട് ആ ഒരു മോട്ടിവേഷൻ ഉണ്ടാകണം. അതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ട്രെയിനിങ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഇനീഷിയേഷൻ ബൈ ദ മാനേജ്മെന്റ് ആണെങ്കിൽ ഡെവലപ്മെന്റ് ഈസ് ദ റിസൾട്ട് ഔട്ട്സൈഡ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ കൊണ്ടുണ്ടാകുന്ന ഒരു റിസൾട്ട് ആണ് ഡെവലപ്മെന്റ്. ക്ലിയർ? നാലാമത്തെ പോയിന്റ് മനസ്സിലായല്ലോ? അണ്ടർലൈൻ ചെയ്യണേ. നാലാമത്തെ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം. ഇനി ട്രെയിനിങ് മീൻസ് ഇറ്റ് ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ദ എംപ്ലോയീസ് ഗെറ്റ്സ് എഡ്യൂക്കേറ്റഡ്. എന്ന് വെച്ചാൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഒരു തരം വിദ്യ അഭ്യസിക്കുന്ന രീതി തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറെ പുസ്തകങ്ങളും നോട്ടുകളും അല്ലെങ്കിൽ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, പുസ്തകത്തിൽ നോക്കി എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ തിയററ്റിക്കലായിട്ട് ഒരുപാട് പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ ദാറ്റ് മച്ച് നോളജ് ഈസ് നോട്ട് സഫീഷ്യന്റ് ഫോർ പെർഫോമിങ് എനി ജോബ്. ചില ജോബുകളൊക്കെ ചെയ്യാൻ ആ പുസ്തകത്തിൽ പഠിച്ചത് മാത്രം ചിലപ്പോൾ കാര്യം വരില്ല, അല്ലെ? സോ ഇറ്റ് ഇസ് അനദർ ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ. ഏത് ട്രെയിനിങ് എന്ന് പറയുന്നത് മറ്റു രീതിയിലുള്ള പ്രാക്ടിക്കൽ നോളജും മറ്റൊക്കെ ആഡ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു രീതിയാണ്. അപ്പൊ അതും ഒരു വിദ്യാഭ്യാസം തന്നെയാണ്. ആൻഡ് ഓൾസോ വി ഗെറ്റ് എ ചാൻസ് ടു ഡെവലപ്പ് അവർ നോളജ് ആൻഡ് സ്കിൽ ത്രൂ ട്രെയിനിങ്. ട്രെയിനിങ്ങിലൂടെ എംപ്ലോയീസിന് എന്ത് കിട്ടുന്നു? അവരുടെ നോളജും സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാൻ പറ്റുന്നു. ആൻഡ് ഓൾസോ ദേ ക്യാൻ ലേൺ ആസ് പെർ ദ പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ്. എന്താണ് പോസ്റ്റ് ഡ്യൂട്ടി റിക്വയർമെന്റ്സ്? നേരത്തെ പറഞ്ഞു. എന്താ അത്? നമ്മൾക്ക് നമ്മുടെ ഡ്യൂട്ടിയിൽ വേണ്ട ആവശ്യം വേണ്ട കാര്യങ്ങൾ, അതായത് നമുക്ക് എന്താണ് നമ്മുടെ ഡ്യൂട്ടിയിൽ നമുക്ക് ചെയ്യേണ്ടേ, നമ്മളൊരു ഡ്യൂട്ടി നമുക്ക് കിട്ടി കഴിയുമ്പോൾ അതിനകത്ത് വേണ്ട ചില റിക്വയർമെന്റ്സ് അതൊക്കെ പഠിക്കുക. അത് പഠിച്ച് നമ്മുടെ നോളജ് സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കുക. അതൊക്കെ ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് നമുക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ട്രെയിനിങ് refers to which the employees are educated and get a chance to develop skill, competency and learning as per the post duty requirements. അങ്ങനെ വരുമ്പോ ഡെവലപ്മെന്റ് എന്താണ്? ഇതെന്ന് പറയുന്നത് ഒരു നേരത്തെ പറഞ്ഞല്ലോ ഇൻഫോർമേറ്റീവ് പ്രോസസ്സാണ്, ഇൻഫോർമേഷൻ പ്രോസസ്സാണ്. എന്തിന്? ഫോർ വിച്ച് ദ മാനേജ്മെന്റ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ഓവറോൾ ഗ്രോത്ത് ആൻഡ് ഓൾസോ ഇംപ്രൂവ്മെന്റ് സ്കിൽ ഓഫ് ദ എംപ്ലോയീസ്. എംപ്ലോയീസ് എത്രത്തോളം അവരുടെ സ്കിൽ ഇംപ്രൂവ് ചെയ്തു, അവരുടെ ഓവറോൾ ഗ്രോത്ത്, ഇതൊക്കെ മനസ്സിലാക്കുക. ആര് മനസ്സിലാക്കുക? മാനേജ്മെന്റ് മനസ്സിലാക്കുക. അതിനുവേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റിൽ തന്നെ ഉള്ളത് തന്നെയാണെങ്കിൽ. ഓക്കെ, അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലായോ? അഞ്ചാമത്തെ പോയിന്റ് മനസ്സിലായോ? യെസ്. ദെൻ ആറാമത്തേത് വീണ്ടും ട്രെയിനിങ് എന്ന് പറയുന്ന അഞ്ചാമത്തെ പോയിന്റ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്യേണ്ട, വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കണ്ട. അതായത് ട്രെയിനിങ് എന്ന് പറയുന്നത് നമ്മളത്
പഠിക്കുകയാണ്. പഠിച്ച് കൂടുതൽ നമ്മുടെ സ്കില്ലും നോളജും ഒക്കെ മനസ്സിലാക്കി നമ്മളുടെ ഡ്യൂട്ടിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ട നോളജ് നമ്മൾ സമ്പാദിക്കുക. എന്നിട്ട് നമ്മൾ അതിന് വേണ്ടിയിട്ട് ആ ജോലി ചെയ്യുക. ആ കൂടുതൽ നോളജബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതിനു ശേഷം നമ്മൾ ആ ജോലി ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമാണ് ട്രെയിനിങ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇൻഫോർമേറ്റീവ് പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ ആ സ്കില്ലും നോളജും ഒക്കെ ഡെവലപ്പ് ചെയ്ത ആ ട്രെയിനിങ്ങിലൂടെ നമ്മളിൽ എന്ത് മാറ്റം വന്നു, നമ്മൾക്ക് എന്ത് ഗ്രോത്ത് ഉണ്ടായി, അത് മനസ്സിലാക്കുന്ന ഒരു രീതി, അത് അണ്ടർസ്റ്റാൻഡിങ് ചെയ്യുന്ന ഒരു രീതി, ആ ഒരു ഇൻഫോർമേഷൻ പ്രൊസീജിയർ ആണ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞത്. വീണ്ടും പറയാണ്, ട്രെയിനിങ് എന്ന് പറയുന്നത് ഇറ്റ്സ് ലേണിംഗ് ന്യൂ തിങ്സ്, പുതിയ കാര്യങ്ങൾ അറിയുക, ആൻഡ് റിഫ്രഷിംഗ് ദ ഓൾഡ് വൺസ്. എന്ന് വെച്ചാൽ റിഫ്രഷ് ചെയ്യാന്നൊക്കെ അപ്ഡേറ്റ് ചെയ്യുക അല്ലെ. നമ്മൾ സ്ക്രീനൊക്കെ റിഫ്രഷ് ചെയ്യില്ലേ, കമ്പ്യൂട്ടറിന്റെ ഒക്കെ മൊബൈൽ ഫോണുകൾ നമ്മൾ റിഫ്രഷ് ചെയ്യില്ലേ. എന്ന് വെച്ചാൽ എന്താ, എന്ന് വെച്ചാൽ പഴയതിനൊക്കെ ഒന്ന് പുതുക്കി അല്ലെങ്കിൽ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി, അതാണ് റിഫ്രഷിംഗ് ഓൾഡ് വൺസ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ട്രെയിനിങ് എന്ന് പറയുന്നത് പുതിയ കാര്യങ്ങളെ ലേൺ ചെയ്തുകൊണ്ട് പഴയതിനെയൊക്കെ നമ്മളൊന്ന് മോഡിഫൈ ചെയ്തു, റിഫ്രഷ് ചെയ്തു, അതാണ് ഉദ്ദേശിക്കുന്നത്. അതേസമയം ഡെവലപ്മെന്റ് എന്താണ്, ഇംപ്ലിമെന്റിങ് ലേൺഡ് സെഷൻ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യാണ്, ഓക്കെ, നമ്മൾ നടപ്പിലാക്കാണ്. ആൻഡ് ആ നടപ്പിലാക്കുമ്പോൾ നമ്മൾ വി ആർ ഫൈൻഡിങ് ന്യൂ വേർഡ്സ്, കണ്ടോ, പുതിയ പുതിയ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തും. മനസ്സിലായോ? അതാണ് ട്രെയിനിങ്ങും ഡെവലപ്മെന്റും തമ്മിലുള്ള മറ്റൊരു വ്യത്യാസം. എന്താണ് ട്രെയിനിങ് എന്ന് പറയുന്നത്? ഫൈൻഡിങ് ന്യൂ തിങ്സ് അല്ലെങ്കിൽ ലേണിംഗ് ന്യൂ തിങ്സ് ആൻഡ് റിഫ്രഷിംഗ് ഓൾഡ് വൺസ്, അതാണ് ട്രെയിനിങ്. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ലേൺഡ് സെഷൻസ് ഇംപ്ലിമെന്റ് ചെയ്യാണ്, ഇംപ്ലിമെന്റിംഗ് ലേൺഡ് സെഷൻസ് ആൻഡ് ഫൈൻഡിങ് ന്യൂ വൺസ്, പുതിയത് കണ്ടെത്തുന്നു. ക്ലിയർ ആണോ? അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. മെയിൻലി എന്ന വാക്ക് രണ്ടിലും വേണ്ട. ഓക്കെ, ട്രെയിനിങ് refers to learning new things and refreshing old ones. Development refers to implementing learned sessions and finding new ones. അണ്ടർലൈൻ ചെയ്യണ്ട. കുറച്ചധികം ഡിഫറൻസുകൾ ഉണ്ട് കേട്ടോ, 13 ഉണ്ട്. അടുത്തത് എന്താണ്? ട്രെയിനിങ് എന്ന് പറയുന്നത് ജോബ് ഓറിയന്റഡ് പ്രോസസ് ആണ്. ജോബിന് വേണ്ടിയിട്ടുള്ളതാണ് ട്രെയിനിങ്, നമ്മൾ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി. അപ്പൊ ജോബ് ഓറിയന്റഡ്, എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ഞാനിപ്പോ ടീച്ചിങ് ആണ്, അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് എനിക്ക് തരട്ടെ, അല്ലാണ്ട് വേറെ എന്തെങ്കിലും ട്രെയിനിങ് തന്നിട്ട് കാര്യമുണ്ടോ? ഏത് ജോലിക്കാണോ അത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഡെവലപ്മെന്റ് കരിയർ ഓറിയന്റഡ് ആണ്. നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ജോലിക്ക് ശേഷമുള്ള നമ്മളുടെ ആ ഒരു കരിയർ, ജോലിയോടൊപ്പം നമ്മൾ ചെയ്യുന്ന നമ്മുടെ കരിയർ മൊത്തത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് എന്ന് ചോദിക്കുക. ആ ഒരു കരിയർ ഓറിയന്റഡ് ആയിട്ടുള്ള പ്രോസസ് ആണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ട്രെയിനിങ് ജോബ് ഓറിയന്റഡ് ആണെങ്കിൽ ഡെവലപ്മെന്റ് കരിയർ ഓറിയന്റഡ് ആണ്. അതാണ് അടുത്ത ഡിഫറൻസ്. അത് അണ്ടർലൈൻ ചെയ്യാം. അണ്ടർലൈൻ ചെയ്തോ? പറഞ്ഞോട്ടെ. അടുത്തത് വീണ്ടും സിമ്പിളി ചെറുതായിട്ട് ചുരുക്കത്തിൽ ട്രെയിനിങ് എന്ന് പറയുന്നത് ഇൻക്രീസിംഗ് നോളജ് ആൻഡ് സ്കിൽ ഓഫ് എംപ്ലോയിയുടെ നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ട്രെയിനിങ്ങിന്റെ അർത്ഥം. അതേസമയം ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പ്രോസസ് ഓഫ് ലേണിംഗ് ആൻഡ് ഗ്രോത്ത്, ആ ലേണിംഗും ഗ്രോത്തിന്റെയും ആ ഒരു പ്രോസസ്സ് മനസ്സിലാക്കുക. അവർ എത്രത്തോളം വളർന്നു, എത്രത്തോളം അവരുടെ ഇതിൽ പഠിച്ചു, അവർ കാര്യങ്ങൾ അതറിയുക എന്നുള്ളതാണ് ഡെവലപ്മെന്റ്. ആ രണ്ട് സെന്റൻസും അണ്ടർലൈൻ ചെയ്യാം. ട്രെയിനിങ് ഈസ് ദ പ്രോസസ് ഓഫ് knowledge, increasing knowledge and skill of an employee. അത് മതി. So we can say ഒന്നും വേണ്ട കേട്ടോ, അതൊന്നും വേണ്ട. Development is the process of learning and growth. Then another difference എന്താണ് നോക്കിയേ? മറ്റൊരു ഡിഫറൻസ്, ട്രെയിനിങ് എന്ന് പറയുന്നതിന്റെ എയിം എന്താണ്? പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം to increase knowledge and skill which is needed to perform our existing job. നമുക്ക് തന്നേക്കുന്ന ജോലി കൂടുതൽ നന്നായി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുക, ഇംപ്രൂവ് ചെയ്യുക. അതാണ് ട്രെയിനിങ്ങിന്റെ എയിം, ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം അതാണ്. അതേസമയം ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽ ടു ഫേസ് ഫ്യൂച്ചർ ചാലഞ്ചസ്. കണ്ടോ, ഭാവിയിൽ ഉണ്ടാകാവുന്ന വെല്ലുവിളികളെ കൂടി നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നോളജും സ്കില്ലും വർദ്ധിപ്പിക്കുക. അതാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അതിന്റെ ഡെവലപ്മെന്റിന്റെ എയിം അതാണ്. ക്ലിയർ ആയോ? വ്യത്യാസം സിമ്പിൾ അല്ലേ? അതൊന്ന് അണ്ടർലൈൻ ചെയ്യണം. ദ എയിം ഓഫ് ട്രെയിനിങ്ങിന്റെ എയിം എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽ ദാറ്റ് ആർ നീഡഡ് ടു പെർഫോം എക്സിസ്റ്റിംഗ് ജോബ്സ്. ഡെവലപ്മെന്റിന്റെ എയിം എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽ ടു ഫേസ് ഫ്യൂച്ചർ ചാലഞ്ചസ്. ക്ലിയർ ആയില്ലേ?
എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആയില്ല? രമ്യ ആരോ അവിടെ രമ്യ ബാക്കി വായിച്ചില്ലല്ലോ. രമ്യ, is there any doubt? രമ്യക്ക് മനസ്സിലായില്ല? താഴോട്ട് പോയി, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. രമ്യ മാറിപ്പോയതാണോ എന്ന് എനിക്കറിയില്ല. രമ്യ ശശിധരൻ, രമ്യ ശശിധരൻ മനസ്സിലായില്ല എന്നാണോ? നമുക്ക് താഴേക്ക് പോയി, താഴേക്ക് ഫേസ് ചെയ്ത് പോയത് കൊണ്ട് ചോദിക്കുക. ഓക്കെ, യെസ്, താങ്ക് യു. അപ്പൊ അടുത്തത് നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. ചിലപ്പോൾ മാറിപ്പോയി. അടുത്ത ഡിഫറൻസ്, ആ ഡിഫറൻസ് തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാം, അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ. ട്രെയിനിങ് ഹെൽപ്സ് ദ ഇൻഡിവിജ്വൽസ് ടു ലേൺ ഹൗ ടു പെർഫോം. നമുക്ക് നമ്മളുടെ ജോലി എങ്ങനെ ചെയ്യാൻ പറ്റും, അല്ലെ? ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി കുറച്ചുകൂടി സാറ്റിസ്ഫാക്ടറി ആയിട്ട്, കുറച്ചുകൂടി നല്ല രീതിയിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ട്രെയിനിങ്, അല്ലെ? കുറച്ചുകൂടി നന്നായി, കുറച്ച് ഹൈ ലെവലിൽ കുറച്ചുകൂടി നന്നായി ചെയ്യാൻ പറ്റും. അതേപോലെ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രിപ്പയർസ് ഇൻഡിവിജ്വൽസ്, it prepares individuals for future job and also growth in all aspects. എല്ലാ രീതിയിലുള്ള വളർച്ചയാണ് നമ്മുടെ പേഴ്സണൽ ഡെവലപ്മെന്റ്, കരിയർ ഡെവലപ്മെന്റ്, development of our knowledge and skill. All these things are included in development. Whereas training makes the individuals to learn how to perform. എങ്ങനെ നമുക്ക് പെർഫോം ചെയ്യാം, നമ്മുടെ പ്രസന്റ് ജോബ് റിക്വയർമെന്റ്സ് സാറ്റിസ്ഫാക്ടറി, നമ്മുടെ ജോലി നമുക്ക് തന്നേക്കുന്ന ജോലി ഹൗ ക്യാൻ വി ഡു, അതിന് വേണ്ടിയിട്ടാണ് ട്രെയിനിങ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ജോബ്സ്, അതായത് ഭാവിയിലുള്ള ജോബ്സ് ആൻഡ് ഓൾസോ അവർ ഗ്രോത്ത്, നമ്മുടെ എല്ലാ ആസ്പെക്ട്സും നമ്മുടെ ഗ്രോത്ത്, അതിനു വേണ്ടിയാണ് നമ്മൾ ഡെവലപ്മെന്റ് നമ്മളെ ഒരുക്കുന്നത്. 9th പോയിന്റ്, the aim of training, the aim means ലക്ഷ്യം. ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം aim is to increase our knowledge and skill for our existing job. നമുക്ക് നിലവിൽ ഉള്ള ജോലിയുടെ ആ ഒരു കാര്യങ്ങൾ, അതിന് വേണ്ടിയിട്ടുള്ള സ്കില്ലും നോളജും ഇൻക്രീസ് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക, അതാണ് ട്രെയിനിങ്ങിന്റെ എയിം, ലക്ഷ്യം. അതേസമയം നമ്മളുടെ ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ എയിം എന്ന് പറയുന്നത് ഇംപ്രൂവിംഗ് നോളജ് ആൻഡ് സ്കിൽ ഫോർ ഫ്യൂച്ചർ ചലഞ്ചസ്. ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചലഞ്ചസ് ഇല്ലേ, അതിനെ കൂടി മീറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളാണ് ഡെവലപ്മെന്റിന്റെ എയിം. മറ്റേത് ജോലി കൃത്യമായി ചെയ്യുക, അത്രേ ഉള്ളൂ. നമ്മുടെ ജോലിക്ക് ആവശ്യമായ നോളജ് സ്കില്ലും വർദ്ധിപ്പിക്കാമെന്ന് മാത്രമേ ട്രെയിനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. പക്ഷെ ഡെവലപ്മെന്റ് അല്ല, അതിനൊക്കെ മേലെയാണ്, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ആ ട്രെയിനിങ്ങിൽ നിന്ന് നമുക്ക് കിട്ടിയ കാര്യങ്ങളിൽ നിന്ന് നമ്മൾ എങ്ങനെ ഡെവലപ്ഡ് ആയി, നമ്മളുടെ ഗ്രോത്ത്, ഓവറോൾ ഗ്രോത്ത് ആണ് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ ആയോ? ആരാണ് സംശയം ചോദിച്ചത്? somebody has asked that doubt. അതുകൊണ്ടാണ് വീണ്ടും പറഞ്ഞത്. നെക്സ്റ്റ് വൺ, 11ാമത്തെ ജിൻസിയാണ്. ഓക്കെ, താങ്ക് യു. Then training focuses on the technical skill. നോക്കിയേ, നമ്മുടെ ട്രെയിനിങ് എന്ന് പറയുന്നത് എന്താ പറയാ, ടെക്നിക്കൽ സ്കിൽ. എന്താണ് നമ്മളുടെ ടെക്നിക്കൽ, സാങ്കേതികമായിട്ടുള്ള നമ്മളുടെ കാര്യങ്ങൾ, നമ്മൾക്ക് ചെയ്യേണ്ട ചില ജോലികളുടെ സാങ്കേതിക വശങ്ങളെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണ് ട്രെയിനിങ് എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാസ് എ നാരോ സ്കോപ്പ്, ഒരു എന്താ പറയാ, ഒരു ഇടുങ്ങിയ ഒരു സ്കോപ്പാണ് നമ്മളുടെ ട്രെയിനിങ്ങിനുള്ളത്. വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ ടെക്നിക്കൽ സ്കില്ല്, നമ്മൾക്കത് ആ പ്രവൃത്തി ജോലി ചെയ്യാൻ വേണ്ട സാങ്കേതികമായിട്ടുള്ള ചില കഴിവുകൾ, അതൊരു നാരോ ആസ്പെക്ട് ആണ് ട്രെയിനിങ് ഫോക്കസ് ചെയ്യുന്നത്. അതേസമയം ഡെവലപ്മെന്റ് ഫോക്കസ് ഓൺ ദ കൺസെപ്ച്വൽ ആൻഡ് ഹ്യൂമൻ ഐഡിയാസ്. നമ്മളുടെ കൺസെപ്റ്റുകൾ, നമ്മുടെ ആശയങ്ങൾക്ക്, ആശയപരമായിട്ടുള്ള ഹ്യൂമൻ ഐഡിയാസ്, അതിനൊരു വൈഡർ സ്കോപ്പാണ്. കാരണം നമ്മളുടെ ഉള്ളിലുള്ള നമ്മളുടെ കൂടി കഴിവും നമ്മളുടെ ആശയങ്ങളും കൂടി നമ്മൾ ഇതിനോട് കൂടി ചേർക്കണം. ഏതിനോടുകൂടി? ട്രെയിനിങ്, നമുക്ക് കിട്ടിയ ട്രെയിനിങ്ങിനോടൊപ്പം നമ്മളുടെ ഹ്യൂമൻ ഐഡിയാസ് കൂടി ചേരും. അത് ചേരുമ്പോഴാണ് കുറച്ച് ഡെവലപ്മെന്റിലേക്ക് വരിക. ഓക്കെ, അല്ലാണ്ട് അവർ പറഞ്ഞു തന്നത് തന്നെ അങ്ങനെ അച്ചടിച്ച പോലെ പറയുക, ചെയ്യുക എന്നുള്ളതല്ല. അതിനേക്കാൾ ഉപരി വി ഹാവ് ടു ഓൾസോ യൂസ് അവർ ഐഡിയാസ്, ഹ്യൂമൻ ഐഡിയാസ് ഓൾസോ ഹാവ് ടു ബി യൂസ്ഡ്. നമ്മളുടെ ജോലി ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ ഐഡിയാസ് നമ്മൾ അതിൽ കൊണ്ടുവരണം. അപ്പോഴാണ് നമുക്ക് ഡെവലപ്ഡ് ആകുക. ഓക്കെ, അതാണ് നെക്സ്റ്റ് വൺ. ട്രെയിനിങ് ഫോക്കസസ് ഓൺ ടെക്നിക്കൽ സ്കിൽ ആൻഡ് ഇറ്റ് ഹാസ് നാരോ സ്കോപ്പ്. അത് അണ്ടർലൈൻ ചെയ്യുക. കൂടാതെ development focus on conceptual and human ideas and has wider scope എന്നതോടി നമ്മൾ ചെയ്യാം. 9th പോയിന്റ് വീണ്ടും ഞാൻ പറയണം. ട്രെയിനിങ്ങിന്റെ എയിം എന്ന് പറയുന്നത് ടു ഇൻക്രീസ് നോളജ് ആൻഡ് സ്കിൽ വിച്ച് ഈസ് നീഡഡ് ടു പെർഫോം അവർ എക്സിസ്റ്റിംഗ് ജോബ്. നമുക്കിപ്പോ നിലവിലുള്ള ജോബുകൾ ചെയ്യാൻ വേണ്ടി അറിവും കഴിവും വർദ്ധിപ്പിക്കുക എന്നതാണ്
ട്രെയിനിങ്ങിന്റെ ലക്ഷ്യം. അതേസമയം ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നമ്മളുടെ കഴിവും വർദ്ധിപ്പിച്ച് ഇപ്പോഴത്തെ കാര്യം മാത്രമല്ല, ഫ്യൂച്ചർ ചലഞ്ചസ്, ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്ന ചലഞ്ചസിനെ കൂടി അതും കൂടി കണക്കിലെടുത്തിട്ടുള്ള കാര്യങ്ങൾ, അതിനു വേണ്ടിയിട്ടുള്ള ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ് ഡെവലപ്മെന്റിന്റെ ലക്ഷ്യം. രണ്ട് ലക്ഷ്യമുള്ളൂ. ട്രെയിനിങ്ങിന്റെ പ്രസന്റ് ഇപ്പോ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്കില്ലും നോളജും വർദ്ധിപ്പിക്കുക, അത് ട്രെയിനിങ്. ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ ചാലഞ്ചസ് കൂടി കണക്കിലെടുത്തിട്ടാണ്. ഇനി ഭാവിയിൽ എന്ത് മാറ്റങ്ങൾ വരും, അപ്പൊ നിനക്ക് ഈ ജോലിയൊക്കെ ചെയ്യാൻ പറ്റുമോ, അപ്പൊ അങ്ങനെ മാറി വരുമ്പോ നിനക്ക് അതൊക്കെ ചെയ്യാൻ പറ്റുമോ, അതിനും കൂടി നമ്മൾ ഒരുക്കുക, അതാണ് ഡെവലപ്മെന്റ്. ക്ലിയർ ആയോ? 9th one മനസ്സിലായോ ഇപ്പോ? യെസ്, ആരൊക്കെയോ ചോദിച്ചു വീണ്ടും 9th പോയിന്റ്. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ അങ്ങോട്ടേക്ക് താഴേന്ന് മുകളിലേക്ക് വീണ്ടും ചാടി കയറിയത് കേട്ടോ. ഓക്കെ, ഞാൻ ഇവിടെ നിർത്താണ്. അധികമായി കഴിഞ്ഞാൽ എല്ലാം കൂടി കുഴഞ്ഞൊരു പരുവത്തിലാകും. ഇനി നമുക്ക് ഒരു 2 പോയിന്റ് കൂടി ഡിഫറൻസിലുള്ളൂ, അവിടെ കിടന്നോട്ടെ. ദാറ്റ്സ് ഓൾ. അപ്പൊ 2 എണ്ണം കുഞ്ഞിതാണ്, അറിയാം, അതുപോലെ നമുക്ക് അതിൽ വായിച്ചു നോക്കാവുന്നുള്ളൂ. പക്ഷെ അവിടെ ഇരിക്കട്ടെ. ബാക്കി 11ാമത്തെ വരെയുള്ള എന്താ പറയാ ഡിഫറൻസുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തതും പറഞ്ഞതും ഒക്കെ നന്നായിട്ട് വായിച്ചു പഠിക്കാട്ടാ. എവറിത്തിങ് ടു മച്ച് ഈസ് ബാഡ് അല്ലെ, കുറെ ആയി കഴിഞ്ഞാൽ ആകെ കുഴഞ്ഞു മറിയും. സോ അതൊന്നും ഞാൻ കുഴച്ചു മറിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഇങ്ങനെ ചോദിച്ച് പറഞ്ഞു കഴിഞ്ഞിട്ട് കുറെ പ്രാവശ്യം നമ്മള് മനസ്സിലായി ചോദിച്ചല്ലോ, അപ്പൊ പറയാതെ വീണ്ടും മുകളിലേക്ക് കയറിയപ്പോ അപ്പൊ നേരത്തെ എന്താ പറഞ്ഞത് എന്നൊരു സംശയം നമുക്ക് ആർക്കും വരാൻ സ്വാഭാവികം, നാച്ചുറൽ ആണ്. സോ അതെനിക്ക് എനിക്ക് തോന്നിയ കാര്യം എന്താണെന്നറിയും, അയ്യോ ആകെ കുഴഞ്ഞു മറിയുന്നുണ്ടോ, ചക്ക കുഴയുന്ന പോലെ എന്ന് തോന്നി. അതുകൊണ്ട് തൽക്കാലം ഒന്ന്. Okay, thank you. See you tomorrow, next week. Okay, bye.